നന്ദി അഞ്ജിത ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2004 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ഇവിടെ അനുഭവങ്ങൾ പങ്കുവെക്കാം എന്ന വിഷയമാണുള്ളത്. നമ്മൾ അതിഥികൾ നമ്മൾ തന്നെയാണ്, ഹോമിയോപ്പതി സ്നേഹികൾ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ ഒരു സെഷൻ നടത്തി, വളരെ വിജയകരമായിരുന്നു. ഇതിലുള്ള ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം. ഒരു അനുഭവമെങ്കിലും പങ്കുവെക്കാതെ ഇരിക്കരുത്. പലരും ആദ്യം മുതൽ തന്നെ ഈ നമ്മളുടെ സൂം വെബിനാറിൽ പങ്കെടുക്കുന്നവരാണ്. അൺമ്യൂട്ട് ചെയ്ത് ധൈര്യമായിട്ട് സംസാരിക്കണം. ആമുഖമായിട്ട് സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നന്ദി പറയും ഡോക്ടറെ. നമ്മൾ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന ഈ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം ഇടതിടവില്ലാതെ വ്യത്യസ്ത വിഷയങ്ങളിൽ ചർച്ചകളും അവതരണങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനി എന്താണ് നമ്മൾ ചർച്ച ചെയ്യാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല എന്ന് വേണേൽ പറയാം. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് പലതുമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രതിഭാസങ്ങളിലൊന്ന് വൈറൽ പനികളാണ്. അതിൽ തന്നെ ഇപ്പോഴ് വ്യത്യസ്തമായിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ ചിക്കൻ പോക്സ് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഒത്തിരി നാളുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് പൊതുവെ ഈ നമ്മൾ പലതരം കേസുകൾ ചികിത്സിച്ച അനുഭവമുള്ളവരാണ്. ഈ പ്രാക്ടീസിന്റെ തുടക്കകാലത്ത് പലപ്പോഴും പലതും നമ്മൾ അറിയണമെന്നില്ല, രോഗം എന്താണെന്ന് അറിയാതെയുള്ള ചികിത്സകളാണ് നടത്തുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ പണ്ടൊരു കേസ് ഞാൻ ഇങ്ങനെ ചിക്കൻ പോക്സ് കേസാണ്. അപ്പം അതിങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ ചിക്കൻ പോക്സ് ആണ്, ഡോക്ടർ ഒന്ന് വീട് വരെ വരണം. അപ്പോൾ ഞാൻ അന്ന് നമ്മൾ അറിയപ്പെടുന്ന തന്നെ ചിക്കൻ പോക്സ് സ്പെഷ്യലിസ്റ്റ് എന്നാണ്. കാരണം എല്ലാ വീടുകളിലും എവിടെ ഉണ്ടെങ്കിലും നമ്മളൊരു 2 വീലർ വിജയ സൂപ്പറാണ് നമ്മുടെ അന്നത്തെ വാഹനം. അതിലൂടെ പറന്ന് ഏതിടവഴിയിലൂടെയും നമ്മൾ എല്ലായിടും ചെല്ലും. അപ്പോൾ രോഗികളെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് വലിയൊരു കാര്യമാണ്, വലിയ സംഭവമാണത്. കാരണം ഡോക്ടർ നമ്മുടെ വീട്ടിൽ വരുന്നു, രോഗിയെ നോക്കുന്നു, അതും ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരും അടുപ്പിക്കാതെ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഇവിടെ ആർക്കാണ് ചിക്കൻ പോക്സ്? അല്ല ഡോക്ടറെ, മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്താണ്? അപ്പൊ നോക്കിയപ്പോൾ ഈ പുള്ളിയുടെ തല ഈ ഭാഗം നന്നായിട്ട് പൊട്ടി, ഒരു വലിയൊരു എക്സിമ. ഇതെന്താണ് സംഭവം? അപ്പൊ ഞാൻ ചോദിച്ച്, ചിക്കൻ പോക്സ് ഇവിടെ ആർക്കെങ്കിലും വന്നോ? ഇല്ല, ആർക്കും വന്നിട്ടില്ല. അല്ല, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് ചിക്കൻ പോക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ചിക്കൻ പോക്സ് എന്നാണോ പറഞ്ഞത്, വേറെ വല്ല പേരുമാണോ പറഞ്ഞത്? ഹെർപ്പിസ് എന്ന്. അത് ഡോക്ടറെ അങ്ങനെ ഒരു പേരാ പറഞ്ഞത്, ഇത് ചിക്കൻ പോക്സിന്റെ ഒരു വിഭാഗമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ സംഭവം അത് ഹെർപ്പിസ് ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹെർപ്പിസ് കാണുക. പക്ഷേ ഈ ചിക്കൻ ബോക്സ് അല്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്കിത് എന്താണ്, ഇത് ചിക്കൻ ബോക്സ് തന്നെയാണോ അത് ഹെർപ്പിസ് ആണോ എന്ന് സംശയം ഉണ്ടായി. അപ്പൊ എന്തായാലും ഇവനെ അങ്ങ് എടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് ഈ ആ സമയത്ത് ആ രോഗലക്ഷണം നോക്കി. അപ്പൊ ടിപ്പിക്കൽ മെസീരിയത്തിന്റെ സിംറ്റംസ് ആണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർ നോക്കേണ്ടത് ഇത് ചൊറിയാണോ, വട്ടച്ചൊറിയാണോ, അതോ കരപ്പനാണോ, അതോ വേറെന്തെങ്കിലും ആണോ എന്നല്ല. നമ്മളുടെ മുമ്പിൽ നമ്മൾ എന്ത് കാണുന്നു അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അഴുകി മുടിയെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുകയാണ്. അപ്പം ആ, അപ്പം നോക്കുമ്പോൾ ടിപ്പിക്കൽ മെസേറിയമാണ്. അപ്പം അതാണ് അതിന്റെ ആ ഒരു അവസ്ഥ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ചിക്കൻ ബോക്സ് ആകുമ്പോൾ ഇനി ചിക്കൻ ബോക്സ് തന്നെ കൊടുക്കണോ? അപ്പം അതുകൊണ്ട് തന്നെ ആ സിംറ്റംസ് വെച്ച് നമ്മൾ അതാണ് കൊടുക്കാൻ തീരുമാനിച്ചതും കൊടുത്തതും. അപ്പൊ തിരിച്ച് വന്ന് ഞാനത് നന്നായിട്ട് റെഫർ ചെയ്തു, ഒന്ന് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത് ശരിക്കും. കാരണം ഇത് നമ്മളൊക്കെ ചെറിയ ഒരു രോഗം, അങ്ങനെ സാധാരണ കോമൺ അല്ലാത്തതുകൊണ്ട് എല്ലാം ഓവറായിട്ട് പഠിക്കുന്ന കാലമല്ല.
അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുള്ളത് ഈ ചിക്കൻ പോക്സ് വരുന്ന രോഗികൾക്ക് ഞരമ്പിൽ ഇതിന്റെ അണുക്കൾ, നെർവിൽ ഇതിന്റെ അണുക്കൾ കിടന്നിട്ട് ഉണ്ടാകുന്ന ഒരു രോഗം. ഇത്രയാണ് നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം അന്ന് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുകയും, അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഇത് ലോങ് സ്റ്റാൻഡിങ് ഡിസീസ് ആണ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. ഇതിന്റെ വേദന ചിക്കൻ ബോക്സിന്റെ വേദനയിലും ഭയങ്കരമായിരിക്കും. ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ഈ രോഗിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെ അതികഠിനമായ വേദനയായിരുന്നു. അപ്പം നമ്മൾ ഈ മെഡിസിനൊക്കെ കൊടുത്ത്, പക്ഷേ ഒത്തിരി നാളൊന്നും എടുത്തില്ല. വളരെ ഒരു 3 ആഴ്ച കൊണ്ട് ഈ പേഷ്യന്റ് കംപ്ലീറ്റ് റിക്കവറി ആയി, കംപ്ലീറ്റ് കൊണ്ടും ഉണങ്ങി. അപ്പം അങ്ങനെ ഒരു അനുഭവം കിട്ടി. അതോടുകൂടി പിന്നെ ചിക്കൻ ബോക്സ് അല്ല, ഹെർപ്പീസ് നമുക്ക് ട്രീറ്റ് ചെയ്യാനും വളരെ വേഗത്തിൽ പറ്റും എന്നൊരു കാര്യം മനസ്സിലാക്കി. ഒരു എക്സ്റ്റേണലും അന്ന് നമ്മൾ ഇടാൻ കൊടുത്തില്ല. പക്ഷേ ഒരു കോഷൻ എല്ലാവരും പറഞ്ഞു, ഇതിൽ നിന്ന് ഒരിക്കലും ഹെർപ്പീസിൽ നിന്ന് ഹെർപ്പീസ് ഉണ്ടാവില്ല, പക്ഷെ ചിക്കൻ ബോക്സ് വരാം. അതിന്റെ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം നമ്മൾ പ്രിവെന്റീവ് കൊടുത്തിരുന്നു. പക്ഷെ അവർക്കാർക്കും അന്ന് വന്നില്ല. പക്ഷെ ഈ രോഗിയായിട്ട് നേരത്തെ മിങ്കിൾ ചെയ്ത ഇവരുടെ ചില റിലേറ്റീവ്സ് ഉണ്ട്, അവിടെ വന്നിട്ടൊക്കെ നേരത്തെ പോയി അവർക്ക് ചിക്കൻ ബോക്സ് വരികയും ചെയ്തു പലർക്കും. അത് നമുക്ക് പിന്നീട് കിട്ടിയ ഒരു അറിവാണ്. ഇത് ഒരു നല്ല ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലെ വേറൊരു പേഷ്യന്റും, അയാൾക്ക് ഇതുപോലെ നെഞ്ചത്താണ് വന്നത്. ഒരു നല്ല എക്സിമ പോലെ നല്ല വേദനയും അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ചിക്കൻ ബോക്സ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ചിക്കൻ ബോക്സ് അല്ല ഹെർപ്പിസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴേ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് 15 വർഷം മുമ്പ് ചിക്കൻ ബോക്സ് വന്നതാണ്. അപ്പം അത് ഇതിന് ഞാൻ അലോപ്പതി മരുന്ന് കഴിച്ചതാണ്, പക്ഷെ കഴിച്ചിട്ട് കുറയുന്നില്ല. കുറയാതെ വന്നപ്പോഴാണ് അവിടെ ഒരു ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഹെർപ്പിസ് ആണെന്നും. അപ്പം ശരിക്ക് അത് ഹെർപ്പിസ് തന്നെയായിരുന്നു. അപ്പൊ അത് അവരും ഈ പറഞ്ഞ പോലെ ഹെർപ്പിസ് എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ആ ഒരു പേര് നിൽക്കില്ല. എല്ലാവരുടെയും മനസ്സിൽ ഇത് ചിക്കൻ ബോക്സ് എന്ന് തന്നെ കിടക്കുന്നു. അപ്പം ഈ ഹെർപ്പിസിന്റെ ഒരു പ്രത്യേകത, ഇത് നെർവ്സിലായതുകൊണ്ട് തന്നെ ഒരു ഇന്റർകോസൽ നെർവ്സിൽ അത് കാര്യമായിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ സിവിയർ പെയിൻ ആയിരുന്നു. പക്ഷെ അതും ഏകദേശം ഒരു 3 ആഴ്ചയോട് കൊണ്ട് പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു 5 ഡേയ്സ് കൂടുമ്പോഴൊക്കെ അവർ വന്ന് പറയുമ്പോഴും, അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ല, നമ്മൾ നേരിട്ട് ആ രോഗിയോ അല്ലെ രോഗിയുടെ വീട്ടുകാർ വന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഒക്കെ നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഇതുപോലുള്ള രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ധൈര്യപൂർവ്വം നമുക്ക് കേസ് എടുക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഇതുപോലുള്ള കേസുകൾ ട്രീറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ചിക്കൻ ബോക്സിന്റെ നമ്മൾ എന്താണോ മെഡിസിൻസ് പ്രിവെന്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും വേരിയോളിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പൊ ചൂട് കാലത്ത് വരുന്ന ഒരു ചിക്കൻ ബോക്സ് ആണെങ്കിൽ അതിന് പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് ബ്രയോണിയ കൊടുക്കാവുന്നതാണ്. മഴക്കാലത്ത് കേരളത്തിൽ ഇപ്പൊ പഴയ പോലെ അല്ല, വേനൽക്കാലത്ത് മാത്രം വരുന്ന ഒരു രോഗമായിട്ട് ചിക്കൻ ബോക്സിന് കാണാൻ പറ്റില്ല. 365 ദിവസവും ചിക്കൻ ബോക്സ് വരുന്ന ഒരു കാലമാണ്. അപ്പം മഴക്കാലത്ത് വരുന്നതാണെങ്കിൽ നമുക്ക് അവിടെ റെസ്റ്റ് ഹൗസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കാണാം പ്രിവെന്റീവായിട്ട്. അതുപോലെ തന്നെ മറ്റ് പല കണ്ടീഷൻസിലും നമുക്ക് പ്രിവെന്റീവ് കൊടുക്കാവുന്നതാണ്. വേരിയബിളിനാണെങ്കിൽ ഞാൻ സാധാരണ വണ്ണം പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. അതൊരു 5 ഗുളിക വീതം രാവിലെ രാവിലെ കഴിക്കാൻ പറയും. ഒരു 5 ദിവസം കൊടുക്കാൻ പറയും. പിന്നെ അത് പലപ്പോഴും പിന്നെ ഈ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഷ്യന്റ്, ആ രോഗിക്ക് വരുന്ന ആ രോഗലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചിലപ്പോൾ ആ ഫാമിലിയിൽ അതേ മെഡിസിൻ പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള രോഗികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരോട് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറയണം. അത് പ്രധാനമായിട്ടും ഈ മത്തി ഏറ്റവും നല്ല മീനാണ്. ഇങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണ് ചിക്കൻ ബോക്സ് ഉള്ള രോഗികൾക്ക്. അതുപോലെ മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ പറയാറുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കൂടുതൽ വറുത്തരച്ച കറികളൊന്നും കഴിക്കരുത്. പൊരിച്ച സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പഴങ്ങൾ കഴിക്കാൻ പറയും. പക്ഷേ ഈ തണുപ്പടിച്ചാൽ കൂടുതൽ തണുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് നമ്മൾ പറയും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പഴം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. പഴം കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ നാടൻ ഭാഷയിൽ പറയും നീരിളക്കം ഉണ്ടാവും. അങ്ങനെ പനി വന്ന് നീരിളക്കം പോലെ വന്ന് ഛർദ്ദിക്കാം. അങ്ങനെ ഛർദിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ ചില ആൾക്കാർക്ക് ഈ പനി അങ്ങോട്ട് കുറഞ്ഞു വരും, എറപ്ഷൻ വന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഡയറിയ പോലെ വരാം. ആ സമയത്ത് നമുക്ക് ഫുഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫുഡ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സാധാരണ രീതിക്ക് തന്നെ നമുക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ചങ്ങ് ആയിക്കഴിയുമ്പം നമുക്ക് പിന്നെ ഇത്രയും വലിയ ഭയപ്പാടോ ടെൻഷൻസോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ എവിടെയെങ്കിലും തെറപ്പിസ്റ്റ് ഉണ്ടെങ്കിലും
ആ ഹെർപ്പിസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ആ, എല്ലാത്തരം മരുന്നുകളും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കാണാം. അത് ഗവൺമെന്റ് സർവീസിലായാലും പ്രൈവറ്റ് സർവീസിലായാലും കാണാവുന്നതാണ്. ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് ഒന്ന് പറയാനുള്ളത്. ഇനി മറ്റുള്ളവരൊക്കെ പറയട്ടെ അല്ലേ? നന്ദി ധനേഷ് ഡോക്ടർ. അഞ്ജിത ഡോക്ടർ എന്തോ ചോദിക്കാനോ പറയാനോ? ഇത് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ എന്താ? എനിക്കത് ആ മെസീറിയത്തിന്റെ പൊട്ടൻസിയും അതിന്റെ റെപ്പറ്റീഷനും അതെങ്ങനെയാണ് ഡോക്ടർ ചെയ്തത്? ഇത് സ്കിൻ ആയതുകൊണ്ടും മെസീറിയം സാധാരണ അത് ഞാൻ 30th പൊട്ടൻസിയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ 30th പൊട്ടൻസിയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് 30th പൊട്ടൻസി നമ്മൾ കൊടുത്തത് ഒരു 1 gram പിൽസിൽ കാലത്തും വൈകിട്ടും വെച്ച് കൊടുക്കാൻ പറയും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പേഷ്യൻസിൻ്റെ ആ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ച് പിന്നെ കാലിമോർ കൂടെ കൊടുത്തിരുന്നു. ഇത്രയാണ് ആ പേഷ്യന് കൊടുത്തത്. പിന്നെ ഇടയ്ക്ക് രാത്രി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടെമ്പറേച്ചർ കുളിരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൈറോജൻ രാത്രി 2-3 ദിവസം കൊടുത്തിരുന്നു. ഇത്രയാണ് നമ്മൾ ആ പേഷ്യന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മെസീറിയം കൊടുക്കുന്നതിനോടൊപ്പം കാൽക്കേരിയ സൾഫ് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് ഡ്രൈ അപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് കാലിമോർ ശരിക്കും കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇച്ചിങ് ഒക്കെ കൂടുതൽ ആ ഡ്രൈ സ്കെയിൽസ് ഒക്കെ പൊളിഞ്ഞു വരുന്ന സമയത്ത്. ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ബയോകെമിക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളല്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഞാനത് പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ ആ രീതിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ പഠിച്ചത്. കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണല്ലോ. അങ്ങനെ അതാണ് അതിൻ്റെ കാര്യം. മനോജ് ഡോക്ടർ എന്തൊക്കെ ആഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്? മനോജ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നന്ദി പറയാം ഡോക്ടറെ. ഇതെന്തായാലും അനുഭവങ്ങൾ പങ്കുവെക്കുന്നുള്ളതാണല്ലോ. അപ്പൊ അനുഭവങ്ങളും പാളിച്ചകളും ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും പങ്കുവെക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം വളരെ സന്തോഷം വെച്ചാൽ ഇതൊന്നുമല്ല, ഡോക്ടർ അഞ്ജിതയൊക്കെ പോലുള്ള അപൂർവം ചില ആൾക്കാരെങ്കിലും ഇത് കാണാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിനകത്ത് പ്രിവെന്റീവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആഡ് ചെയ്യേണ്ടത്, അതായത് ഇതിന് നമ്മൾ ഒരു ഫിക്സഡ് ബയാസ് എന്ന് പറയും. അപ്പം സ്ഥിരം ഒരു ഓർഗാൻസും തന്നെ ഉണ്ടാകുന്ന ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള വെരി സിമിലർ ആയിട്ടുള്ള ഒരു അക്യൂട്ട് ഡിസീസ് ആണ് ചിക്കൻ ബോക്സ്. അപ്പൊ അത്തരം കേസുകളിൽ ഓരോ തവണയും നമ്മൾ ഓരോ പ്രിവെന്റീവായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാരണ പ്രിവെന്റീവ് മെഡിസിൻ പറയുമ്പോഴത്തേക്ക് കേസ് എടുത്ത് അപ്പൊ അതെന്താണ്, അത് ഫിക്സഡ് മയാസം അല്ലാത്തതാണ്. ഇവിടെ വ്യത്യാസം എന്താണ്, ഇത് ഫിക്സഡ് മയാസമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പ്രിവെന്റീവ് കൊടുക്കുമ്പോൾ അതിന് ഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എസ് പി ഡേയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, അത് മെഡിസിനിന് കൊടുത്തോണ്ടേ ഇരിക്കുക, അതിന്റെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്ത സമയം നിർത്തുക. ഏതാണ്ട് സ്റ്റാൻഡേർഡ് മെത്തേഡ് അതാണ്. എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ളത് ദിവസം ഒരു നേരം വെച്ച് നമ്മൾ എന്താണ്, ഇത് കൈൻഡ് ഓഫ് പ്രൂവിങ് ആണ്. നമ്മൾ പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ ഒരു പ്രൂവിങ് തന്നെയാണ്, പ്രൂവിങ് പ്രോസസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആയപ്പോൾ നമ്മൾ ഈ കോവിഡ് വന്നപ്പോൾ ചില ആളുകൾ അന്തരീക്ഷത്തിൽ കൊണ്ട് സെപ്പിയ സ്പ്രേ ചെയ്തു. പിന്നെ എന്താ ബ്രയോണി ആയിക്കൂടെ എന്ന് ചോദിച്ച് വിദ്വാന്മാരുണ്ട്. സത്യം പറഞ്ഞാൽ തൊലി പൊളിഞ്ഞു. കാര്യം എന്തോ വേറെ ഒന്നുകൊണ്ടല്ല, ഇതെന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അങ്ങാടി മരുന്നാണോ തെറ്റി രൂക്ഷമായിട്ട് സംസാരിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കേൾക്കുന്നവർ മറക്കരുത്. അതിനുവേണ്ടി പറയാം, അല്ലാതെ കുറ്റപ്പെടുത്തി പറയുകയല്ല. കാരണം ചില ഡോസ് എടുത്തിട്ട് കൂടിയാലേ അത് എഫക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങാടി മരുന്നും പച്ചമരുന്നും തിരിച്ചറിയാത്ത അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ഈ ബ്രയോണിയയ്ക്ക് പകരം അല്ലെങ്കിൽ സിമിലർ ആണെങ്കിൽ ആഴ്സനിക്ക് കൊടുത്തത്? ആഴ്സനിക്ക് വന്ന മെഡിസിൻ കൂടുതൽ പവർഫുൾ മെഡിസിൻ ആണ്. 100 പേര് ആഴ്സനിക് ആൽബ് കഴിക്കുന്ന 100 പേര് ബ്രയോണി കഴിക്കുന്ന വ്യത്യാസമുണ്ട്. 100 പേര് ആഴ്സനിക് ആൽബ് കഴിച്ചാൽ കൂടുതൽ പേരിൽ സിംറ്റം ഉണ്ടാക്കുന്നത് ആഴ്സനിക് ആൽബ്, ബ്രയോണി അല്ല. സ്ട്രോങ് ആൻഡ് ഹീറോയിക് സബ്സ്റ്റൻസസ് എന്ന വാക്കാണ് ഹനുമാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പ്രിവെന്റീവ് അവിടെ ഈ സെപ്പിയും ഈ പറഞ്ഞ സാധനമൊന്നും അല്ല, ബ്രയോണി അല്ല വന്നത്. അത് സെൻട്രൽ കൗൺസിൽ CCRHലെ മിടുക്കന്മാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവരതിനെ ആഴ്സനിക് ആൽബം എന്ന് പ്രൊജക്ട് ചെയ്തത്. അപ്പൊ ഇതല്ല ആഴ്സനിക് ആൽബം അല്ല എന്ന് വരുത്താൻ കുറെ ശ്രമങ്ങൾ നടത്താൻ നമുക്കറിയാം. കോവിഡ് നോസ് ഓർഡറിന് ഉണ്ടാക്കി കുറെ കഷ്ടപ്പെട്ട് രാഹുൽ ബജാജ് ഫൗണ്ടേഷൻ കാര്യമായിട്ട് ഇടപെട്ട് ഹോമിയോപ്പതി സഹായിക്കാൻ വന്ന് അവസാനം അവർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് ഇത് പറഞ്ഞയാളും പോയി, നോസോടും പോയി. അതാണ് സംഭവിച്ചത് അവിടെ. അപ്പൊ അത്തരത്തിലുള്ള എന്ന് വെച്ചാൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ആ മെത്തഡോളജി തന്നെ ഫോളോ ചെയ്യണം. അല്ല എനിക്ക് എന്റെ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ അല്ല ഹോമിയോപ്പതി. അങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞതെന്ന് പറയാം, ഗവൺമെന്റ് അംഗീകരിക്കുമോ? സിലബസ് ഉണ്ടോ? എനിക്കിപ്പോ യൂണിവേഴ്സിറ്റി കോളേജ് ആവശ്യമില്ല, പരീക്ഷയുണ്ട്. അപ്പൊ അതല്ല, അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും
നമ്മൾ അതിനകത്ത് തന്നെ പോവുക. പിന്നെ ഹോമിയോപ്പതി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ സിമിലർ മെഡിസിൻ കൊടുത്താലും ഒരു സിമിലിമം കൊടുത്താലും ഒരു റിസൾട്ട് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഒന്നാമത്തെ അഹോർസ് എടുത്ത് പ്രൊജക്റ്റ് ചെയ്യും. ഒന്നാമത്തെ അഹോർസിന്റെ എക്സ്പ്ലനേഷൻ 2ലും 3ലും കിടപ്പുണ്ട്. ഐഡിയൽ ക്യൂർ എന്താണെന്ന് പറയുന്നത്. അപ്പൊ ഐഡിയൽ ആണോ വേണ്ടത് തീരുമാനിക്കും നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും, നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും. പക്ഷെ എന്നാലും റിലീഫ് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്, മോശം എന്നല്ല പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ എക്സൈറ്റിംഗ് കോസും മെയിൻറ്റെയിനിങ് കോസും ഫണ്ടമെന്റൽ കോസും, ഇത് 5ാമത്തെ അഹോർസ് പറയുന്ന കാര്യങ്ങളാണ്. ഇതും ഒരു ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്, എസ്പെഷ്യലി അക്യൂട്ട് ഡിസീസിൽ. ഇപ്പൊ ഈ പാല് കൊടുക്കുന്ന അമ്മമാരുണ്ട്, പല വീടുകളിലും സീരിയൽ വെച്ചേക്കും. സീരിയൽ ഉറച്ചിങ്ങനെ വെച്ചിട്ട് ഈ സീരിയൽ കഥകൾ കേട്ടാണ് പാല് കുടിച്ച കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഇപ്പൊ എന്താ റെയിൽവേ ട്രാക്കിൽ കിടന്നൊക്കെ ഇല്ലേ, മിക്കത് വിവാഹിതരായ സ്ത്രീകളാണ് എവിടെയെങ്കിലും കണ്ടവരോട് ഇറങ്ങി പോകുന്നതും ദുരന്തത്തിൽ കലാശിക്കുന്നതെല്ലാം. ഒരു കാലത്ത് സീരിയൽ ഉണ്ടാക്കി വിട്ട പടച്ചുവിട്ട കഥാപാത്രങ്ങൾ ഇപ്പൊ സമൂഹത്തിൽ 3 ഡയമെൻഷനായിട്ട് വന്നു. അപ്പോൾ ഹോമിയോപ്പതി ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുക. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും സ്ട്രെസ് ഉള്ളപ്പോൾ കുട്ടികൾക്ക് പാല് കൊടുക്കാതിരിക്കുക. ആ സമയത്ത് കുട്ടിക്ക് പാൽ കൊടുത്ത് അസുഖം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് കിടന്നുകൊണ്ട് പാല് കൊടുക്കാതിരിക്കുക. എന്താണ്, പാല് ചെവിയിലോട്ട് ഈസ്റ്റേഷൻ ട്യൂബ് കയറി കഴിഞ്ഞാൽ ചെവിവേദന ഉണ്ടാവും. പിന്നെ ഇപ്പൊ അടുത്ത കാലത്തോട് കാണുന്ന വേറൊരു കാര്യം വെച്ചാൽ ഈ അനസ്തേഷ്യ, അതായത് സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾ ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കുട്ടിയെ കൊണ്ട് എടുത്ത് കിണറ്റി ചാടുന്നു, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ തല വെക്കുന്നു. ഇതെല്ലാം ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ എന്താ കാര്യം, അനസ്തേഷ്യ ഡിഫക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അസെറ്റിക് ആസിഡ് പോലെ മെഡിസിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കണം. നമുക്ക് മാത്രമേ സ്കോപ്പ് ഉള്ളൂ, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഈ ഗ്രീഫ് കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. ഇപ്പോ രാമായണത്തിലൊരു ഒരു 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 ഘട്ടമുണ്ട്. അതായത് ഈ ദശരഥൻ ഇങ്ങനെ രാമൻ പോകുന്ന കാത്തു നിൽക്കുകയാണ്. അപ്പം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ച് വീണാൽ അവനിൽ മകൻ പോയപ്പോഴത്തേക്ക് അച്ഛൻ ബോധം കിട്ടി സ്ട്രോക്ക് ആയിട്ട് വീഴുകയാണ്. അപ്പോൾ കോസ്റ്റിക് മെഡിസിൻ ആണ് സ്ട്രോക്ക്, പാരാലിസിസ്, ഇത് ഗ്രീഫ്. അപ്പോഴേ വീഴുകയാണ്, ദശരഥോടെ വീഴുകയാണ്. അപ്പൊ ഇത് ഒരു എക്സൈറ്റിംഗ് കോസ് ആണ്. ഇപ്പൊ ഇതുപോലെ തന്നെ അടുത്തിടയ്ക്ക് ഒരു അമ്മയ്ക്ക് ഭയങ്കര തലവേദന, സിവിയർ തലവേദന. എന്താ കാര്യം, മോള് അമ്മയുടെ ആഗ്രഹത്തിന് എഗൻസ്റ്റ് ആയിട്ട് പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. അത് അമ്മ ആയിരുന്നു കുറെ ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നേട്രമോർ കൃത്യം ഹൈ പൊട്ടൻസി കൊടുത്ത് വളരെ പെട്ടെന്ന് മാറി റിലീഫ് കിട്ടി. ഇപ്പൊ ഈ എക്സൈറ്റിംഗ് കോസും മെയിൻറ്റെയിനിങ് കോസും വളരെ പ്രധാനമാണ്. അപ്പൊ എന്തുകൊണ്ട് അസുഖം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ ക്രോണിക് ഡിസീസിൽ ഒരുപാട് കണ്ടീഷൻ പറയുന്നുണ്ട്. എയിൽമെന്റ്സ് ഫ്രം ഈ ചില്ലിങ് ദ സ്റ്റൊമക്, ഐസ്ക്രീം കഴിച്ചു അസുഖം വന്നു എന്ന് പറയുമ്പോൾ ആഴ്സനിക് ആൽബം ആണ്, സ്മോൾ ഡോസ് ആഴ്സനിക് ആൽബം. അതുപോലെ വയറിന് എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാൽ നക്സോമിക്ക അല്ല, ഹനുമാൻ പറയുന്നത് പൾസാറ്റിലെയാണ്, ഇൻഡൈജഷൻ ഫ്രം ഓവർ ഈറ്റിംഗ്. ഇഫ് ഇറ്റ് ഈസ് അക്കമ്പനി വിത്ത് റൈസിങ് ഓർ ബെൽച്ചിങ്, തികട്ടി വരികയാണെങ്കിൽ ആന്റിഗ്ലൂഡാ മെഡിസിൻ പറയുന്നത്. അതുപോലെ തന്നെ വെയിലടിച്ചിട്ട് നേട്രമോറിനേക്കാൾ നേട്രം കാർബാണ് പറയുന്നത്. സൺസെറ്റ് ഇതുള്ള സൺസ്ട്രോക്ക് എന്ന് പറയുന്നത് നേട്രം കാർബാണ് കൂടുതൽ പറയുന്നത്, ക്ഷീണം ഉണ്ടാകുന്നത്. അതുപോലെ വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സക്ലിങ്സ് നെവർ റിസീവ് മെഡിസിൻ എന്നാണ് പറയുന്നത്. 6 മാസത്തിൽ പാല് മാത്രം കുടിക്കുന്ന കുട്ടിക്ക് മരുന്ന് കൊടുക്കാനേ വേണം. നെവർ റിസീവ് മെഡിസിൻ. ഇൻസ്റ്റഡ് ദ വെറ്റ് നഴ്സ് ഓർ മദർ ത്രൂ ദം ടു ലാക്ട് മോർ ക്വിക്ലി, മൈൽഡ്ലി ആൻഡ് ബെനിഫിഷ്യലി. 3 വാക്കാണ്, വളരെ പെട്ടെന്നും വളരെ മൈൽഡായിട്ടും വളരെ ബെനിഫിഷ്യൽ ആയിട്ടും. ഇതല്ല വേണ്ടത്. ഇത് എന്റെ വാക്കല്ല, ദിസ് ഈസ് നോട്ട് മൈ ഹോമിയോപ്പതി. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഈസ് ഹോമിയോപ്പതി ബൈ ഡിസൈൻ ബൈ ഹനുമാൻ. അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരുപാട് കണ്ടീഷനുണ്ട്. ഇപ്പൊ ഈ കുട്ടികൾ അൺനെസസറി സ്ട്രെസ് ഉണ്ട്. രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് വയറുവേദന, അങ്ങനെ പറയുന്നുണ്ട്. ആഹാരം കഴിക്കുക വയറുവേദന, കൽക്കേറിയ വേഴ്സസ് സ്റ്റാഫിസാഗ്രിയ, കൊളോസിൻ തന്നെ ഉണ്ട്. ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അതുപോലെ നമ്മളെല്ലാം പറയും സ്റ്റാഫിസാഗ്രിയ വേർഡ്സ് ഓർ മിസ്ഡീഡ്സ് ഓഫ് അതേഴ്സ് ഹർട്ട് ചെയ്യും. അതേപോലെ മെഡിസിനാണ് കോൾച്ചിക്കോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അസുഖം ഉണ്ടാകും, നമ്മൾ സ്റ്റാഫിസാഗ്രിയ കാണും, കോൾച്ചിക്കോ ഉണ്ട്. ഇപ്പൊ മെറ്റീരിയൽ പഠിക്കുന്നത് വളരെ ഒരുപാട് അറിവുകൾ ഉള്ള ഒരു ഇതാണ്. നമ്മൾ വളരെ വളരെ സ്ക്രൂപ്ലെസ് ആയിട്ട് ശ്രദ്ധാപൂർവ്വം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ ഡയറ്റ് വളരെ പ്രധാനമാണ്.
അതായത് ഇപ്പം ഈ ചില എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ പറയല് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് അത് ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പൊ പല രോഗങ്ങൾക്കും ഇപ്പൊ നേരത്തെ ധനേ ഡോക്ടർ പറഞ്ഞ പോലെ ചിക്കൻ ബോക്സ് ഒരു അസുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യന്റിന്റെ എനർജി ഒരു അല്പം കുറവ് കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഈ എന്തുകൊണ്ടാണ് സന്ധ്യാസമയത്ത് മിക്സർ ഗ്രൈൻഡർ ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളത്? വോൾട്ടേജ് കുറവാണല്ലേ, വയറിങ് കേടാവും എന്ന് പറഞ്ഞ പോലെ ഈ പനി പിടിച്ചിരിക്കുന്ന സുഖമില്ലാത്ത രോഗിക്ക് കോഴിക്കാല് പൊരിച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ദഹിക്കാൻ പ്രയാസം രോഗം ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ പേഷ്യന്റ് മരുന്ന് കൊടുത്തു, ഇന്നലെ നല്ല സുഖം ഉണ്ടായിരുന്നു, ഇന്ന് വൈകുന്നേരം വീണ്ടും കൂടി, എന്തായാലും കാര്യം മിക്കവാറും മുട്ട ഒഴിയും കൊടുത്താണ്, അല്ലെങ്കിൽ കോഴിക്കാല് പൊരിച്ചു കൊടുത്തതാണ്. ഓ, ഡോക്ടറെ പനി വന്ന കോഴി ഇറച്ചി കൊടുത്തുകൂടെ? അയ്യോ പിന്നെന്തോ കൊടുക്കും, പൊറോട്ട കൊടുത്തുകൂടെ? ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് മോഡേൺ മമ്മിമാര് ചോദിക്കുന്നത്. അപ്പം നമ്മൾ വളരെ കോഷ്യസ്, അതായത് നമ്മൾ കൊടുത്ത മെഡിസിൻ ഉറപ്പാണ് എങ്കിൽ എന്ത് സംഭവിച്ചു എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. സെക്കൻഡ് പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് തെറ്റ് സംഭവിച്ചെന്ന് തീർച്ചയായിട്ടും നോക്കേണ്ട ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മിനിമം അറിവ് വെച്ച് പറഞ്ഞത്. ജോളി ഡോക്ടർ ഹാൻഡ് സെഷൻ പറയാം ഡോക്ടറെ. അഞ്ജിത ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചോ? കോ ഹോസ്റ്റ് ആണല്ലോ. ഡോക്ടർമാരെ, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കേസ് തന്നതാണേ. ആ കുട്ടിക്ക് 9 വയസ്സാ. അപ്പൊ അവൾക്ക് കറക്റ്റ് അവളൊരു ബ്രയോണിയ പിക്ചറായിട്ട് വന്നതാ. എന്ന് വെച്ചാൽ അക്യൂട്ട് പനിയാണ്. 103 ഡിഗ്രി ഉണ്ടായിരുന്നു. നല്ല തലവേദന, അത് ഫ്രോണ്ടൽ മാത്രം. പിന്നെ നല്ല ദാഹം. ഇതൊക്കെയായിരുന്നു അവളുടെ കേസ്. അപ്പൊ ഞാൻ ബ്രയോണിയ 200 ഒരു ഡോസാണ് കൊടുത്തത് അവൾക്ക്. എനിക്ക് ഈ അക്യൂട്ട് കേസസ് വരുമ്പം എത്ര ഡോസ് കൊടുക്കണമെന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. ഇനി അത് കൊടുത്തു പോയ അഗ്രവേഷൻ ആവുക, അല്ലെങ്കിൽ ഇനി കുറഞ്ഞു പോയ അതൊരു പ്രശ്നമാവുക, അങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. അപ്പൊ ഇവള് പിറ്റേന്ന് തന്നെ അവളുടെ അമ്മ ഓൾറെഡി എന്റെ ട്രീറ്റ്മെന്റിലാണ് ആറേക്ക്. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവളുടെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പൊ അവൾക്ക് ഇന്നലെ തന്നെ എല്ലാം, ഇന്ന് രാവിലെ എണീറ്റപ്പോ എല്ലാം മാറി എന്ന് പറഞ്ഞല്ല, പനിയെല്ലാം മാറി, തലവേദന മാറി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഒരു മൂന്നാമത്തെ ദിവസം അവൾക്ക് ഒരു ചുമ തുടങ്ങി, ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട്. ഈ ശ്വാസം മുട്ടലും ആദ്യം പറഞ്ഞായിരുന്നു, ഈ ബ്രയോണി കൊടുത്ത സമയത്ത് ആദ്യം വന്ന സമയത്തും ചെറിയൊരു ശ്വാസം മുട്ടലിന് പറഞ്ഞായിരുന്നു. ആദ്യം ഒരു നോസി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് വൈകുന്നേരം ആയപ്പോൾ മാറി എന്നാ പറഞ്ഞ. ബ്രയോണി കൊടുത്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എല്ലാം, ഫീവർ ഫുള്ള് മാറി, ഈ ദാഹം നോർമലായി, തലവേദന മൊത്തത്തിൽ മാറി, ക്ഷീണമൊക്കെ കുറഞ്ഞ് പിറ്റേന്ന് തന്നെ. എന്നിട്ട് മൂന്നാമത്തെ ദിവസമായപ്പോൾ അവൾക്ക് ചുമ വന്നു. അപ്പൊ ചുമ വന്നിട്ട് ഞാനപ്പം കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ കൊടുത്തത് അവൾക്ക് പൾസാറ്റിലാണ്. കാരണം ഇവള് എപ്പോഴും എൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചുകള് ഒരു പൾസാറ്റിലെ ബേബിയാണ്. എക്സാക്ട്ലി ഒരു പൾസാറ്റിലെ കൊച്ചാണ്. എപ്പോ പൾസാറ്റിലെ കൊടുത്താലും അവൾക്ക് നല്ല ആക്ഷൻ ആണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ കേസ് ഒന്ന് ഇങ്ങനെ നോക്കി, ഇച്ചിരി ടേസ്റ്റ് ഇച്ചിരി കുറവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പൾസാറ്റിൽ അങ്ങ് കൊടുത്തതാ. പക്ഷെ പൾസാറ്റിൽ അവൾക്ക് കുറവില്ലായിരുന്നു. പിറ്റേന്ന് അതാ ഈ കൊടുത്തു വിടാൻ എനിക്കൊരു ഭയങ്കര ഒരു വിമുഖതയുണ്ട്, മെഡിസിൻ കൊടുത്തു വിടാൻ. അപ്പൊ പിറ്റേന്ന് ഞാൻ വരാൻ പറഞ്ഞ് ഡ്രോസീറയാണ് കൊടുത്തത്. ഡ്രോസീറ കൊടുത്തപ്പോഴത്തേക്ക് ആള് സെറ്റായി. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡോക്ടേഴ്സിന്റെ ഒരു, എങ്ങനെ നമ്മൾ ഈ അക്യൂട്ട് ഈ പറഞ്ഞ ഫീവർ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എത്ര ഡോസ് ഒരു കയ്യിലാണെങ്കിലും കൊടുത്തു വിടണം എന്നുള്ളൊരു, അതൊന്ന് പറഞ്ഞു തരാമോ? മനോജ് ഡോക്ടറെ. ഡോക്ടറെ ചിലപ്പം ഓക്കെ, അത് ഞാൻ കോഹോസ്റ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്തരം കേസ് നമ്മൾ മെഡിസിൻ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ് നിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ഡോസ് കുറച്ചുകൊണ്ടിരിക്കുക, ഇതായിരിക്കും നല്ലത്. മാത്രമല്ല ഈ അക്യൂട്ട് കേസുകളിൽ പലപ്പോഴും സൾഫർ ഫോളോ ചെയ്യാമല്ലോ, ബ്രയോണിയ സൾഫർ ഫോളോ ചെയ്യാമല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്, എന്തുകൊണ്ട് വീണ്ടും വന്നു അത് ശരിയായില്ല എന്നുള്ളത്. മിക്കവാറും 99% ഭക്ഷണമായിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടോ ശ്രദ്ധിച്ചോണം. ഉണ്ട്. അവരെന്തെങ്കിലും കുസൃതി വെപ്പിക്കും, മനസ്സിലായില്ലേ? അതൊരു പിന്നെ ഞങ്ങളാരും പിള്ളേരെ വേറെ കുഞ്ഞു കണ്ടിട്ടില്ല. കുട്ടിയുണ്ട്. അല്ല, ഇവരെന്തെങ്കിലും കൊണ്ട് കൊടുക്കും. അമ്മൂമ്മമാർക്ക് വാത്സല്യം ഇങ്ങനെ സഹിക്കാവയ്യാതെ കൊണ്ട് കൊടുക്കും, മനസ്സിലായില്ലേ? എന്നിട്ട് പറയും ഞാൻ കണ്ടില്ല എന്ന് പറയും. എക്സാമ്പിൾ ഞാൻ പറയണേ, അത് ഒരു രസകരമായ കേസ് കൂടെ പറയാം. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. അപ്പൊ അവര് എന്താ സംഭവം, ഞാൻ ഉറങ്ങിയിട്ട് കുറെ കാലമായ ഡോക്ടറെ, കാരണം കിടക്കാൻ നിവൃത്തിയില്ല, ഈ കുട്ടിയെ കിടത്തി കഴിഞ്ഞാൽ കുട്ടി കരച്ചിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ 4 മാസം കൊണ്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നുകൊണ്ടാണ് സ്ത്രീ ഉറങ്ങുന്നത്. അപ്പൊ ബോറാക്സ് കൊടുത്ത് നല്ല വ്യത്യാസം വന്നു.
അപ്പൊ പിന്നെ കൊച്ചു ഉറങ്ങി, അമ്മ ഉറങ്ങി. രസം അതല്ല, അമ്മായിയമ്മയുടെ കമന്റാണ്, ഓ പിന്നെ പിള്ളേരെ ആരും കണ്ടിട്ടില്ലേ, എവളെന്തോ കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഭയങ്കര ഒരു വിചിത്രമായ ലോകമാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് അസുഖം ഉണ്ടായെന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും ചോദിക്കും, മിക്കവാറും പൂച്ച പുറത്തെയാടും, എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടോ. പിന്നെ ചില ആൾക്കാരുണ്ട് ഈ കുളിപ്പിക്കും, ഒരല്പം മാറിക്കഴിഞ്ഞാൽ. പിന്നെ ശ്രദ്ധിക്കാനുള്ള വേറെ കാര്യം വെച്ചാല് ഈ പനിയൊക്കെ ഉള്ളപ്പോ ഈ തോർത്ത് അല്ലെങ്കിൽ തുണി നനച്ച് തുടയ്ക്കാറുണ്ട്. അത് ഭയങ്കര ദോഷം ചെയ്യും. ഇത് ഈ നമ്മൾ പഠിച്ച ഫിസിയോളജി അല്ലെങ്കിൽ പതോളജി, തെർമോ റെഗുലേറ്ററി മെക്കാനിസം അപ്സെറ്റ് ആവുന്നത് എങ്ങനെയാണ്? ബ്ലഡിലെ പൈറോജൻസ് ഉണ്ടായിട്ട് അതാണല്ലോ, അല്ലേ? അങ്ങനെയാണല്ലോ പഠിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലും പതോളജി മാറ്റമുണ്ടോ? ഇപ്പൊ പുതിയ പതോളജി എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. ശരിയാ. അപ്പൊ ഞാൻ അവസാനം പീഡിയാട്രിയോട് ചോദിച്ചു, എന്താ കാര്യം? അത് അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളെന്ന്. അപ്പൊ ഇത്രേ ഉള്ളു സംഭവം. യഥാർത്ഥത്തിലും സംഭവിക്കും. പനി പിടിച്ച കുട്ടിക്ക് പെട്ടെന്ന് ശരീരം തണുക്കുമ്പോൾ എന്തൊരു ചുമയായിട്ട് മാറും. തീർച്ചയായിട്ടും. സംശയം നമ്മൾ പരീക്ഷിച്ച് നോക്കി അറിയാമല്ലോ. നമുക്ക് പനി പിടിക്കുന്ന തല വെള്ളം പരീക്ഷിച്ച് നോക്കി അറിയാം. അടുത്ത ദിവസം കിടപ്പം ന്യൂമോണിയായിട്ട് മാറും, സംശയമൊന്നുമില്ല. ബ്രയോണിന്റെ ഇൻഡിക്കേഷൻ അല്ല, ഫൊറംബോസ്, ബ്രയോണിയ, ഫോസറസ് ഒക്കെ വരുമല്ലോ, ഇത്തരം കേസുകൾ. പിന്നെ പനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു അനുഭവം പറയാം. അതായത് ഒരിക്കലും ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് തെർമോമീറ്റർ പിന്നെ മോളോട് സ്ഥലമില്ല, അത്രയും നല്ല ടെമ്പറേച്ചർ 107 അത്രയാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ കൊണ്ടുവന്നത് എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ കുട്ടിയാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടിലെ പീഡിയാട്രീഷ്യനോടും കൂടെ വന്നു. രാത്രി ആയതുകൊണ്ട് കൂട്ടു വന്നതാണ്. പീഡിയാട്രീഷ്യൻ ഇപ്പോൾ ഉണ്ട്. നോക്കിയപ്പോൾ എന്തായി, കൊച്ചിന് പനി, ഭയങ്കര വിശപ്പുണ്ട്. സാധാരണ കഴിക്കേണ്ടേക്കാളും ഉള്ള ആഹാരം കഴിക്കുന്നത് പനിയായപ്പോഴത്തേക്ക്. ഫോസ്ഫറസിന് സിംറ്റം ആണല്ലോ. ഫോസ്ഫറസ് കൊടുത്ത് പെട്ടെന്ന് അസുഖം മാറി. അപ്പൊ അവിടെ വേണ്ട എന്താണ്, റെമഡി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ മെഡിസിൻ കൊടുക്കുക എന്നുള്ളതല്ല, റെമഡി ആയിരിക്കണം. റെമഡി ആയിരുന്ന അസുഖം കുറയും. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ചിക്കൻ ബോക്സിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ റെസ്റ്റോസ് കൊടുക്കുകയാണ്. റെസ്റ്റോസ് കൊടുത്തിട്ട് തണുത്ത കരിക്കും വെള്ളവും പഴവും കൊടുത്താൽ ചുമ വരും. അപ്പൊ റെസ്റ്റോസ് കൊടുക്കണം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം തന്നെ തുടയ്ക്കണമെന്ന് പറയണം. ഓരോ മെഡിസിന്റെ മൊഡാലിറ്റിയും കൂടെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നന്ദി മനോജ് ഡോക്ടറെ. ഇനി ജോളി ഡോക്ടർ വന്നിരുന്നു. പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. കാരണം നമ്മളിപ്പോ നമ്മൾ സാധാരണ ഒരു കുട്ടി കുരുത്തക്കേട് കാണിച്ചാൽ അവനെ ഒരടി അടിക്കാം. പക്ഷെ പിന്നീട് പിന്നെ അടിച്ചുകൊണ്ടിരുന്നാൽ ആ അടി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഇപ്പൊ ഒരടി അടിക്കുമ്പോൾ തന്നെ അവൻ നേരെ വരുന്നുണ്ടെങ്കിൽ ആ ഒറ്റടിയാണ് കേൾക്കുന്നത്. നമ്മൾ അടിച്ചിട്ട് അത് നേരെ ആകുന്നില്ല എന്ന് തോന്നിയാൽ വേണേ ഒന്നുകൂടെ കൊടുക്കാം. പക്ഷെ നിരന്തരം അടിച്ചുകൊണ്ടിരുന്നാലോ അവൻ മിടുക്കനാകുമോ വഷളാകുമോ? ഇതാണ് ഹോമിയോപ്പതിയുടെ ഒരു രീതി. അതായത് ജനറൽ ഇന്റർപ്രിട്ടേഴ്സ് ക്ലോസ് പറഞ്ഞു, ദ ക്വാണ്ടിറ്റി നെസസറി ടു മേക്ക് എനി ചേഞ്ച് ഇൻ നേച്ചർ ഇസ് ലീസ്റ്റ് പോസിബിൾ. കഴിഞ്ഞ അഞ്ജനയ്ക്ക് ഓർമ്മയുണ്ടാകും, എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ജനറൽ ഇന്റർപ്രിട്ടേഷൻസ് ചാപ്റ്റർ 2, ദ ക്വാണ്ടിറ്റി നെസസറി ടു മേക്ക് എനി ചേഞ്ച് ഇൻ നേച്ചർ ഈസ് ലീസ്റ്റ് പോസിബിൾ. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ അളവിൽ ലോ ഓഫ് മിനിമത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിന്റെ വിളിക്കണ്ടായി. ആ ഡോക്ടറെ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഭയങ്കര കാണിച്ചിലായിരുന്നു. ഞാൻ എന്ത് കൊടുക്കണമെന്ന് ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ബെല്ല് 30 കൊടുത്ത്. പക്ഷെ കൊച്ചിന് രാവിലത്തെയും കൊണ്ടുവന്നപ്പോഴും പനി ഉണ്ടായിരുന്നു, കരച്ചിലുണ്ടായിരുന്നു. പക്ഷെ വൈകിട്ട് വന്നപ്പോൾ വീണ്ടും അതുപോലെ തന്നെ കരച്ചിലാണ്. അവരാകപ്പാടെ കൺഫ്യൂഷനിലായി. അപ്പം അപ്പൊ തന്നെ പേഷ്യൻസ് ഈ കുട്ടിയെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചു ചോദിക്കുന്നത്, ഡോക്ടറെ യഥാർത്ഥത്തില് ആ ഒരു കേസിൽ ശരിക്ക് ടിപ്പിക്കലായിട്ട് ബെല്ലാണ് കൊടുക്കേണ്ട ഇൻഡിക്കേഷൻ എങ്കിൽ ഈ കുട്ടികളുടെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. ആ സെൻസിറ്റിവിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഹൈപ്പർ സെൻസിറ്റീവ് ആണ്. അപ്പൊ അവർക്ക് നമ്മൾ വളരെ ഹൈ പൊട്ടൻസി, അവിടെ ആ കുട്ടിക്ക് ആ സമയത്ത് വണ്ണം കൊടുത്തിരുന്നെങ്കിൽ, അത് ഇൻഡിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് ഇരുന്നെങ്കിൽ ആ ബെല്ല് കൊണ്ട് തന്നെ അത് മാറിപ്പോയേനെ, വേഗം കുറഞ്ഞേനെ. അങ്ങനെ നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ ഡോക്ടർക്ക് ഒരു സംശയം, ചമ്മവല്ലിയാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് ഡോക്ടറെ. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ചമ്മവല്ലി അല്ല. അപ്പൊ കരച്ചിലുണ്ടെന്നോർത്ത് അതൊരിക്കലും നമ്മൾ ഭയങ്കരമായിട്ട് കുട്ടിയാണ് കരയുന്നതെന്ന് വെച്ച് 1.5 വയസ്സുള്ള കുട്ടിയാണ് അത്രയും കരയുന്നതെന്നോർത്ത് ഉടനെ ചമ്മവല്ലിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ ആ കുട്ടിക്ക് വരാവുന്ന അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ദിവസം എന്നെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, ഡോക്ടറെ കൊച്ചു ഭയങ്കര കരച്ചിലാണ്,
അപ്പൊ ഞാൻ പല കുട്ടികൾക്കും എനിക്ക് കൺഫ്യൂഷനുള്ള ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മെഡിസിൻ ചിലപ്പോൾ ക്ലാസ്സിഫൈ ആയിരിക്കും കൊടുത്തു വിട്ടിരിക്കുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് വീണ്ടും ആവശ്യം വന്നാൽ കൊടുക്കേണ്ട ഒരു മെഡിസിൻ എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും നോ എന്ന് പറഞ്ഞ് കൊടുത്തു വിടാറുണ്ട്. അപ്പം ഈ കുട്ടിയുടെ ആ സമയത്തെ കരച്ചില്, ഭയങ്കര കരച്ചില് എനിക്ക് ഫോണിലൂടെ കേൾക്കാം. അപ്പൊ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ അടുത്ത വീട്ടുകാര് അയ്യോ കൊച്ചെന്താ കരഞ്ഞേ എന്ന് നമ്മളോട് ചോദിക്കുന്ന അവസ്ഥയിലുള്ള ഒരു കരച്ചിലാണെങ്കിൽ അത് ലൈക്കപ്പൊടി ആകാനാണ് സാധ്യത. അതാണ് കരച്ചിലിന്റെ ഒരു പ്രത്യേകത. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കരച്ചിൽ തന്നെ പല രീതിയിലുണ്ട്. അപ്പൊ ഇങ്ങനെ കരയുന്ന സമയം എപ്പോഴാ കുഞ്ഞ് കരയാന്ന് അപ്പൊ ആ സമയം എന്നെ വിളിക്കുന്ന സമയം ഏകദേശം ഒരു 6 മണി സമയമാണ്. ദാറ്റ് മീൻസ് അഗ്രവേഷൻ ഫോർ 4 to 8 PM എന്നാണ് ലൈക്കോപ്പൊഡിയത്തിൽ പറയുന്നത്. ഇത് രണ്ട് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈവൻ രാത്രിയിലാണെങ്കിലും ലൈക്കോപ്പൊഡിയം ഇതേ കണ്ടീഷൻസ് വർക്ക് ചെയ്യും. നേരം വെളുക്കുന്നത് വരെ ലൈക്കോപ്പൊഡിയത്തിന് ആക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഏതോ ഒരു ബുക്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ കുട്ടി കരയുന്ന സമയത്ത്, കരഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ എങ്ങനെയാണോ എന്ന് ഞാൻ ചോദിച്ചു. നേരത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഈ കുട്ടി ഹാഫ് ക്ലോസ് ഐസിലാണ് പലപ്പോഴും ഉറങ്ങുന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഇത് ചോദിച്ചപ്പോൾ അവര് ചോദിച്ചു, ഡോക്ടറെ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടോ, കണ്ണിന് വല്ല കുഴപ്പം ഭാവിയിൽ വരുമോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് അരക്കണ്ണ് വെച്ച് ഉറങ്ങുന്നതിനും മുക്കാക്കണ്ണ് വെച്ച് ഉറങ്ങുന്നതിനും ഫുള്ളായിട്ട് അടയ്ക്കുന്നതിനും പല രീതിയിലാണ് ചികിത്സ. അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാം നോക്കി വേണം ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലാക്കി ഞാൻ ഈ കുട്ടിയുടെ കയ്യിൽ ലൈക്കോപോഡിയം 0/3 കൊടുത്തു വിട്ടിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു ആ മരുന്ന് നിങ്ങൾ തൽക്കാലം അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 10 തുള്ളി വെച്ച് ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. 2 വട്ടം കുറഞ്ഞ കുട്ടിയുടെ കരച്ചിലും മാറി, ആ കുട്ടിയുടെ അസുഖവും 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം മാറി. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാർ ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ പൊതുവെ പറ്റുന്നത് കരച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കരച്ചിൽ മാത്രം ശ്രദ്ധിക്കരുത്. നമ്മുടെ മനസ്സിലിപ്പം ആ സമയം, ഈ മൊഡാലിറ്റീസ് എന്നൊക്കെ പറയുന്ന പല സംഭവങ്ങളുണ്ട്. മോർണിംഗ് ആണ്, ഈവനിങ് ആണ്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേഗം വരണം. അത് നമ്മൾ വേഗം ക്യാച്ച് ചെയ്താൽ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ആപ്റ്റ് ആവും, കറക്റ്റ് ആയിട്ട് വരും. ഇതാണ് ഈ കരച്ചിലിനോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ് ആ ഡോക്ടർ അണ്ടറടിച്ചു പോയി, ഡോക്ടർ ഇങ്ങനെയാണല്ലേ ഇത് സംഭവം. ഇവരൊക്കെ ഒത്തിരി മെറ്റീരിയൽ മേടിക്കാൻ പഠിക്കുന്നുണ്ട്, ഒത്തിരി ഡോക്ടർമാർക്ക് പ്രാക്ടീസിനുണ്ട്. പക്ഷെ ഈ ഗുട്ടൻസ് എന്താന്നുള്ളത് അവരിപ്പോഴും സ്വമേധയാ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പറയും നമുക്കൊരു 5 സെൻസ് ഉണ്ട്, അതുപോലെ ഒരു 6th സെൻസ് ഉണ്ട്, കോമൺ സെൻസ് എന്ന് പറയും. ആ കോമൺ സെൻസ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് അതിനുള്ള ഒരു ആൻസർ ആയിട്ട് മനോജ് ഡോക്ടർ ആഡ് ചെയ്തതിന്റെ കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. നന്ദി ധനേഷ് ഡോക്ടർ. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ബിനോയ് ഡോക്ടർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നോ? എന്താണ്? ബിനോയ് ഡോക്ടർ എന്തെങ്കിലും പറയാൻ ധനേഷ് ഡോക്ടർ പറഞ്ഞത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ 6th സെൻസ്, ഇറ്റ്സ് എ കോമൺ സെൻസ്. അത് നമ്മൾ ഓരോ കേസ് സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ കേസ് അഡ്രസ് ചെയ്യുമ്പോഴും ആ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക, അത് നമുക്ക് സക്സസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ പല കേസുകളും, ഓൾഡ് ഏജ് ഒക്കെ ആണെങ്കിൽ പല കേസുകൾക്കും ഉള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് പലപ്പോഴും അലോപ്പതി മെഡിസിൻസ് കഴിച്ചിട്ടായിരിക്കും ഈ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത്. പലപ്പോഴും ആ അലോപ്പതി മെഡിസിൻസിന്റെ സൈഡ് ഇഫക്ട്സ് ആയിരിക്കും പല ലോങ് ടൈം അതായത് ക്രോണിക് ഇഷ്യൂസ് നമ്മൾ കാണുന്നതിന്റെ റൂട്ട് കോസ് അലോപ്പതി മെഡിസിൻസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു 79 ഇയർ ഓൾഡ് ഒരു മെയിലാണ്. പുള്ളിക്ക് പീ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ കൺട്രോൾ പോലില്ല, പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ ഇല്ല. എന്താണ് കാരണമെന്ന് കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് അയാൾ ഡയബറ്റീസിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അത് കുറച്ച് നാളായിട്ട്, ഒരു 10-12 വർഷമായിട്ട് കഴിക്കുന്നതാണ്. ഈ ഡയബറ്റിക്സ് മെഡിസിൻ പുള്ളിക്ക് നിർത്താനും പേടിയാണ്. കാരണം അത് നിർത്തരുതെന്നാണ് അലോപ്പതി ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ പർട്ടിക്കുലർ മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആണ് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകും. അതുകൂടാതെ ഈ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, UTI ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്ന ഇതിന്റെ സൈഡ് എഫക്ട്സ് ആണ്. നമ്മൾ മെഡിക്കലി പ്രൊമോട്ടർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് നമുക്കത് മനസ്സിലാവും.
ഈ ഈ മെഡിസിന് മെഡിക്കലി നോട്ട് പ്രൊമോട്ടർ ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ട്. പർട്ടിക്കുലർ ആയിട്ട് പലപ്പോഴും ഡയബറ്റിക്സ് ആണെങ്കിൽ ഈ പറയുന്ന നെഫ്രോട്ടിക് സിംറ്റംസ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ ഞാൻ ഇനീഷ്യലി നോക്കി നമ്മൾ സാധാരണ ലൈക്കോപോഡിയം ക്യാന്താരിസ് ഒക്കെ കൊടുത്തു. പിന്നെ ക്യാന്താരിസ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു മെയിനായിട്ടുള്ള കോസ്റ്റിക്കം. ഈ കോസ്റ്റിക്കം മെഡിസിൻ വളരെ എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോസ്റ്റിക്കം കൊടുത്ത് കോസ്റ്റിക്കം 30 ആണ് കൊടുത്തത്. ഒരു 2 വീക്സ് 3 വീക്സ് ആയപ്പോൾ സിംറ്റംസ് കുറയുന്നുണ്ട്, കുറച്ച് കൺട്രോൾ കിട്ടി. പക്ഷെ പൂർണ്ണമായിട്ട് മാറുന്നില്ല. ഈ പേഷ്യനോട് ഇത് ഡയബറ്റീസിന് മെഡിസിൻ വെയിൻ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈസ് റിലക്റ്റൻറ്റ്, ബട്ട് ഹി reduce the quantity of it. When he reduce the quantity of the medicine, like the alternative days, the symptoms gone down. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. നമ്മളതിന്റെ റൂട്ട് കോസ് പലപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് അതിന്റെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കുറച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ തിരിച്ചു വന്നു എങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പക്ഷെ കോസ്റ്റിക്കം വളരെ എഫക്റ്റീവ് ആണ് ഈ സിറ്റുവേഷൻ. അപ്പോൾ അതൊരു എക്സാമ്പിൾ പറയുന്നത്, പലപ്പോഴും നമ്മൾ ഓരോ ഒരു പേഷ്യന്റ് എന്ത് മെഡിക്കേഷനിലാണുള്ളത്, എസ്പെഷ്യലി അലോപ്പതി മെഡിക്കേഷൻ ആണെങ്കിൽ അത് എത്ര നാളായി, അതിന്റെ സൈഡ് ഇഫക്ട്സ് എന്താണ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ അതിന്റെ റൂട്ട് കോസിലേക്ക് എത്തിക്കും. പിന്നെ ഒരു ടിപ്പിക്കൽ ഒരു കേസ് ഒരു കാൽക്കേറിയ കാർബ് കേസാണ്. ഒരു ഫീമെയിൽ ആണ്, 48 ഇയർ ഓൾഡ്, കുറച്ച് തടിച്ച ആളാണ്. പിന്നെ തൈറോയിഡിലെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോ പിന്നെ കാൽസ്യം അല്ലെങ്കിൽ ഫിഷ് അങ്ങനെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. കുറച്ച് നാളായി ഇങ്ങനെ വരുന്ന പൾസാറ്റിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറേ റൂബ്രിക് ഒന്ന് നോക്കി കുറച്ചുകൂടെ ഡീറ്റെയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കാൽക്കേറിയ കാർബ് വർക്കാവും എന്നെനിക്ക് ആളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് കാൽക്കേറിയ കാർബ് കൊടുത്തു. It actually worked. She is very happy and the cravings, ഈ കാൽസ്യത്തോടുള്ള കാൽസ്യം അടങ്ങിയ ഫുഡിനോടുള്ള ക്രേവിങ്സ് എല്ലാം മാറി. ഇപ്പോൾ ശരീരത്തിന്റെ പുഷ്ടിമാന്റെ ആ വണ്ണമൊക്കെ കുറഞ്ഞു. ആള് വളരെ പ്ലസന്റ് ആയി. പിന്നെ കാൽക്കേറിയ കാർബിനൊപ്പം ഞാൻ കൊടുത്ത് മാക്ഫോസ് കൊടുത്തു, മാക്ഫോസ് 3x. ഇറ്റ് ഹെൽപ്പ് എ ലോട്ട് ആക്ച്വലി. ഷീ ഈസ് കൈൻഡ് ഓഫ് നോർമൽ. നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി റെമഡി സെലക്ട് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ക്രോണിക് ആയിരിക്കും, ചിലപ്പോൾ അക്യൂട്ട് ആയിരിക്കും. പക്ഷെ ക്രോണിക് കേസിലും കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി റെമഡീസ് സെലക്ട് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എന്താണ് ഇപ്പോഴത്തെ അവരുടെ എൻവയൺമെന്റ് എന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ റെമഡീസ് സെലക്ട് ചെയ്യാൻ. ഇറ്റ് വിൽ ഹെൽപ്പ്. ഈ 2 കേസോടെ താങ്ക് യു. ബിനോയ് ഡോക്ടറെ, ഇനി ബ്രഹ്മവൈദ്യൻ ഡോക്ടർ. ഞാനൊരു ഇപ്പൊ ഉണ്ടായ ഒരു കേസ്, ഇന്ന് വന്ന ഒരു കേസ്, അത് ഇപ്പൊ നമ്മള് വിസു നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ജസ്റ്റ് എനിക്കൊരു കോൾ വന്നു. ആ കേസ് ഒന്ന് പറയാന്ന് വെച്ചാണ്. ഞാനൊരു 6 മണി ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് നല്ല വർഷമുള്ള സമയമാണ്. പെട്ടെന്നൊരു ആളകത്ത് വന്നു പറഞ്ഞു, സാർ വോമിറ്റിങ്ങുമായിട്ട് ഒരു ആൾ വന്നിട്ടുണ്ട്, ഒന്ന് എമർജൻസി ആയിട്ട്. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞു. പക്ഷെ ഇവർക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ വോമിറ്റ് ചെയ്യാൻ വന്നത്. പെട്ടെന്ന് വീണ്ടും പുറത്തോട്ട് പോയി. അപ്പൊ ഞാൻ സ്വത്തും ഒക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി. പേഷ്യൻസ് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇവർ സിവിയർ ആയിട്ട് വോമിറ്റ് ചെയ്യാം. ഞാൻ ചോദിച്ചു എന്തേലും. വീട്ടിൽ വെച്ച് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തലവേദന വന്ന് അങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ അങ്ങനെ ഒരു ടീച്ചറാണ്, അവര് നനച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. മോട്ടർ വെച്ച് ഞങ്ങളുടെ നാട്ടിൽ നനയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്, തെങ്ങിനൊക്കെ ചെടികൾക്കൊക്കെ. അപ്പൊ അങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്. ഛർദ്ദിച്ച് കുറെ ഛർദ്ദിച്ച്. അപ്പൊ ഞാൻ അവര് ബൈസ്റ്റാൻഡർ പറഞ്ഞു ഭയങ്കര സോഡിയം കുറഞ്ഞാന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഉപ്പിട്ട് നന്നായിട്ട് നാരങ്ങ വെള്ളം ഇരുന്ന് നന്നായിട്ട് കുടിച്ചു, കുറെ കുടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും ഛർദ്ദിക്കുകയാണ്. ഇപ്പൊ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വന്ന് നോക്കുമ്പോ തന്നെ എനിക്ക് പണ്ടേ അറിയാം, ഒരു നല്ല പൊക്കമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ എന്റെ മനസ്സിൽ അപ്പൊ തോന്നിയ ഒറ്റ മെഡിസിൻ ഫോസ്ഫറസ് ആണ്. ഞാൻ ഫോസ്ഫറസ് 1 പില്ലെടുത്ത് പീസെടുത്തിട്ട് അതിന്റെ ടോപ്പിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് അത് തൽക്കാലം അത് കൊടുത്തു. അവർ സിറ്റ് ഔട്ടിൽ തന്നെ ക്ലിനിക്കിന്റെ വരാന്തയിൽ തന്നെ ഇരിക്കുകയാണ്. അകത്ത് കയറിയില്ല. അകത്തോട്ട് കയറാൻ അവർക്ക് വയ്യ, കാരണം ഇനി വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഞാൻ
അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതോ അവരോ ഇടയ്ക്കിടയ്ക്ക് വായൊക്കെ കഴുകി പിന്നെയും 2-3 വട്ടം കൂടിയൊക്കെ വൊമിറ്റ് ചെയ്യാൻ പറഞ്ഞു. പേടിക്കണ്ട. അപ്പോൾ BP അത് കഴിഞ്ഞ് BP ഒക്കെ നോക്കിയപ്പോൾ BP ഇച്ചിരി കൂടുതൽ കാണിച്ചായിരുന്നു. 180/100 കാണിക്കുന്നുണ്ട്. 100 ഒരു 94 ഒക്കെ ഉള്ളൂ. അപ്പം പെട്ടെന്ന് നോക്കി. അപ്പം ഞാനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അകത്ത് കയറി വേറെ 1-2 പേഷ്യൻസ് മരുന്ന് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി. ഏകദേശം കുറച്ച് 190 വന്നു. BPയും കുറച്ച് പെട്ടെന്ന് ഒരു 160 വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ അവരപ്പോൾ പറയുന്നത് സാറേ എനിക്ക് എപ്പോഴും ലോ BP ആണെന്നൊക്കെയാണ് അവർ ബൈസ്റ്റാൻഡർ പറഞ്ഞത്. അവർക്ക് BP കുറവാണ് എപ്പോഴും, അതുകൊണ്ടാണ് ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിച്ചത്. പൊതുവെ അങ്ങനെ എപ്പോഴും കുടിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് BP കൂടിയത്. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, പെട്ടെന്നുള്ള ഈ സ്ട്രെസ്സും സ്ട്രെയിനും കൂടിയത് കൊണ്ടായിരിക്കാം BP കൂടിയത്. പക്ഷെ ഇപ്പൊ എന്നെ വിളിച്ച് രാത്രി ഒരു വിവരം പറയണമെന്ന് പറഞ്ഞു. ഇപ്പൊ വിളിച്ചു പറഞ്ഞു ഡോക്ടർ ഇപ്പൊ എല്ലാം കുറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന്. ഇതാണ് ഹോമിയോപ്പതി. അതായത് നമ്മള് ആ സമയത്ത് ഛർദിലിനൊരു മരുന്ന്, തലവേദനയ്ക്ക് ഒരു മരുന്ന്, തല കറക്കത്തിന് ഒരു മരുന്ന്. അപ്പൊ ഞാനിവരെ ഒന്ന് പോകാൻ നേരെ ഒന്ന് കൺഫൈൻ ചെയ്യാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നേരെ ഒന്ന് പിടിച്ച് ഞാൻ നേരെ നിർത്തിയിട്ട് മേലോട്ട് ഇങ്ങനെ നോക്കാൻ പറഞ്ഞു. അത് നോക്കി ഇടത്തോട്ട് നോക്കാൻ പോയപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി. റൈറ്റിലോട്ട് നോക്കിയപ്പോൾ ഇടത്തോട്ട് നോക്കിയപ്പോൾ അവർക്ക് ഇങ്ങനെ കുഴപ്പമില്ല. റൈറ്റിലോട്ട് വെച്ചപ്പോൾ അവർ വീണ്ടും തലകറ. അപ്പൊ ഞാൻ അത് കാൺ ലൈ ഓൺ റൈറ്റ് സൈഡ്. ഇവരെപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് കിടക്കുന്നത്. അവിടെ കസേര വെച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ തല വെച്ചിരിക്കുക. താഴെ തിണ്ണയിൽ ഇരുന്നിട്ട് നമുക്ക് ഒരു ചെയറിലെടുത്ത് ഇങ്ങനെ കിടക്കുക. അപ്പൊ കാൺ ലൈ ഓൺ റൈറ്റ് സൈഡ്. ഈ ഒരു സിംറ്റം ഞാൻ കൺഫൈൻ ചെയ്തത് ഇത് ഫോസ്ഫറസ് തന്നെയാണ്. ഫോസ്ഫറസ് വണ്ടർഫുൾ. ഇപ്പൊ ജസ്റ്റ് വിളിച്ചു പറയുകയായിരുന്നു. നമ്മൾ ഈ സൂം നടക്കുന്ന ഇപ്പൊ ഈ ബിനോയ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണ് എനിക്ക് കോൾ വന്നത്. ഡോക്ടറെ നല്ല ആശ്വാസമുണ്ട്. അപ്പൊ ഇതാണ് ഇങ്ങനെ ഹോമിയോപ്പതി വർക്ക് ചെയ്യും. അപ്പൊ അതിന് വേണ്ടത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്, നമ്മുടെ ഒരു ഒബ്സർവേറ്റ് സ്കില്ലാണ്. പിന്നെ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഇത് കറക്റ്റ് ഇതായിരിക്കും. നാളെ രാവിലെ ഒന്ന് വന്ന് BP ഒക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സക്സസ്ഫുൾ സ്റ്റോറീസ് ഉണ്ടാകട്ടെ. എല്ലാവരും ഇതുപോലെ ചെയ്യൂ, ധൈര്യമായിട്ടിരിക്കൂ, വിശ്വസിക്കൂ, മുന്നോട്ട് പോകും. ഇതാണ് എനിക്ക് എല്ലാവരും പറയുന്നത്. ആദ്യം നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടാകണം. നമ്മൾ ഒത്തിരി 10,000 മരുന്നുകൾ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതിലല്ല കാര്യം. നമ്മൾ പോളിക്കസ് മെഡിസിൻസ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം അത് കഴിച്ചിട്ട് അടുത്ത ലെവലിൽ അടുത്തതിലോട്ട് പോവുക. ഇത്രയാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത്. നന്ദി ധനേഷ് ഡോക്ടർ. ഇനി അബ്രഹാം വൈദ്യൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്യാവോ? ജോളി ഡോക്ടർ വന്നിട്ടുണ്ട്, പക്ഷേ ഉണ്ട്. നേരത്തെ മൈക്ക് ഓൺ ചെയ്തായിരുന്നല്ലോ. ആ ആ നരേഷ് ഡോക്ടറെ, ഫോസ്ഫറസ് കൊണ്ട് വളരെ വളരെ വണ്ടർഫുൾ ക്യൂറാണ് ഇപ്പൊ തന്നെ ഉണ്ടാക്കിയത്. കേൾക്കാമോ? കേൾക്കാം. ആ അപ്പോ അതില് ഇപ്പൊ ആ കേസ് ഷെയർ ചെയ്തതിൽ അത്യന്തം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഫോസ്ഫറസ് ഒരു വണ്ടർ റെമഡി തന്നെയാണ്. ഇപ്പോൾ ധനേഷ് സാറ് വോമിറ്റിങ്ങിനാണ് ഇത് കൊടുത്തത്. എൻ്റെ ഒരു പേഷ്യൻറ്റിന് ഹിമച്ചൂറിയ ആയിരുന്നു. എത്രയോ അലോപ്പതി മെഡിസിൻസ് കഴിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. വരുമ്പോഴേ കോൺസ്റ്റിറ്റ്യൂഷൻ ടോൾ ലോങ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ നോക്കുമ്പോൾ കാലിൽ നന്നായിട്ട് നീര്, കയ്യിലെല്ലാം വെയിൻസ് തടിച്ച് നിൽക്കും. അപ്പോൾ അലോപ്പതി ഡോക്ടർ പറഞ്ഞത്ര ഇത് വേരിക്കോസ് വെയിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാണ്. കയ്യിലെല്ലാം ഡിസ്കളറേഷൻ, ഒരു തരം ചെറിയ ചെറിയ തടിപ്പുകൾ. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് ഒറ്റ ഡോസ് ഫോസ്ഫറസ് 200 കൊടുത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ഇമച്ചൂറിയ വരും, പക്ഷേ റിപ്പീറ്റ് ചെയ്തില്ല. വെള്ളമൊക്കെ ധാരാളം കുടിക്കുക, കരിക്കും വെള്ളമൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞിങ്ങനെ നിർത്തി ഒരു 1 മന്ത് അപ്പം ഹിമച്ചൂറിയ ഇരുന്ന് വളരെയധികം കുറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഹിമച്ചൂറിയ അല്ലേ, ഈ ഹിമച്ചൂറിയ ഒരു മാലിഗ്നൻസി സസ്പെക്ട് ചെയ്യണം. അതായത് യൂറിനറി ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഒരു മാലിഗ്നൻസി ഉണ്ടെങ്കിലും ഈ ബ്ലഡ് വരും. അപ്പം ഞാൻ ഒരു അൾട്രാസൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അൾട്രാസൗണ്ട് എടുത്തപ്പോൾ സിസ്റ്റത്തിൽ ഒരു കുഴപ്പമില്ല. ഈ യൂറിൻ്റെ ഈ ഇത്രയും കട്ട പോലെ പോണ ബ്ലഡാണ്, അത് കംപ്ലീറ്റ് മാറി.
ഫോസ്ഫറസിന് അങ്ങനെ ഓരോ തലങ്ങളിലും വളരെയധികം ആക്ഷനാണ്. പക്ഷേ ഫോസ്ഫറസ് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ സീറോ ബാർ കൊടുക്കണം, പിൽസാക്കി കൊടുക്കണം. ഞാൻ ഹയർ ആകുമ്പോൾ ഒറ്റ ഡോസിൽ നിർത്തണം. പിന്നെ വേറെ മെഡിസിൻസ് കൊടുക്കണ്ട. അത്രയും ഡീപ്പാണ് കംപ്ലീറ്റ് ആ പേഷ്യൻറ്റിൻ്റെ ആ ബ്ലീഡിങ് നിന്ന്. ശരിക്കും അങ്ങനെ ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ അപ്പോഴൊന്നും ടിഞ്ചേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സ്റ്റോണിനൊക്കെ ടിഞ്ചേഴ്സ് കൊടുക്കാം. അഞ്ജിത ഡോക്ടർ എപ്പോഴും പറയും ടിഞ്ചർ കൊടുത്ത എനിക്ക് പേടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആണ് കല്ലുകളൊക്കെ. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ അത്രയും പതോളജി ഉള്ളത് കൊണ്ടാണ് ടിഞ്ചേഴ്സ് ചിലപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ ഹീമറ്റൂറിയ എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് തന്നെയാണ് മെഡിസിൻ കൊടുക്കേണ്ടത്. അവിടെ പതോളജി അല്ല, ബോഡി ആസ് എ ഹോളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒറ്റ ഡോസ്. അതാണ് ഈ ഏത് സമയത്ത് എന്ത് ഉപയോഗിക്കണം എന്ന് പഠിച്ചിരിക്കണം. അല്ലാതെ ഒരു വർക്ക്ഷോപ്പിൽ എത്രയോ ടൂൾസ് ഉണ്ട്. ആ ടൂൾസിൽ ഏതാണ് എപ്പോൾ ഉപയോഗിക്കണം. അല്ലാണ്ട് ഒരേ ഒരു ടൂൾ കൊണ്ട് ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല. അതുപോലെയാണ് ബോഡി ഒരു വർക്ക്ഷോപ്പാണ്. ഏത് ടൂൾ എപ്പോൾ ഉപയോഗിക്കണം എന്ന് പഠിക്കണം. പിന്നെ അതാണ് ഇപ്പം ഞാൻ ഫോസ്ഫറസിനെ നമസ്കരിക്കുകയാണ്. പിന്നെ ധനേഷ് സാറ് പറഞ്ഞ പോലെ ഈ ഹെർപ്പസ് വരുമ്പോഴേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെർപ്പസ് നേരെ ഇങ്ങോട്ട് വരൂല. അതായത് ഞാൻ ചിക്കൻ ബോക്സ് അറിയാലോ, 2-3 ദിവസം പനിച്ചൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ചെവിയുടെ പുറകിൽ ഒരു കുമിള വരുമ്പോഴാണ് നമ്മൾക്ക് അത് കറക്റ്റായിട്ട് ചിക്കൻ ബോക്സ് ഒരു 3-4 ഡേയ്സ് ഒക്കെ ആകുമ്പോഴല്ലേ പൊങ്ങണം. അപ്പം അതേപോലെ ഈ ഹെർപ്പസോസ് എന്താണെന്ന് വെച്ചാൽ നെർവ് ട്രങ്കുകളിലാണല്ലോ വരുന്നത്. ധനേഷ് സാറ് പറഞ്ഞ പോലെ എല്ലാ മേജർ നെർവ് ട്രങ്ക്സിലും വരും. പക്ഷെ എന്താണ്, ആദ്യം തന്നെ ഒരിക്കലും കുമിളകൾ പൊങ്ങൂല. അൺബെയറബിൾ പെയിൻ ആയിരിക്കും പേഷ്യൻറ്റിന്. ഒരു 2-3 ദിവസത്തേക്ക് കാര്യം മനസ്സിലാവില്ല, പൊങ്ങണില്ല. അപ്പൊ എന്താണെന്ന് മനസ്സിലാവില്ല, നീർക്കെട്ടാണ്, വേദന എന്ന് പറഞ്ഞാണ്ടല്ലോ. ആ വേദന ഒരു പേഷ്യന്റ് സഹിക്കണമെങ്കിൽ കുറച്ച് കടുപ്പം, പക്ഷെ കാര്യം മനസ്സിലാവൂല. അപ്പൊ അവര് ഓയിൽമെന്റ് പുരട്ടും. അപ്പോ പിന്നെ പിറ്റേ ദിവസം ചിലപ്പോ ചെറുതായിട്ട് ഇങ്ങനെ തടിക്കുമ്പോ ഇത് ഊറാമ്പൂലി കടിച്ചതാണ്, എട്ടുകാലി കടിച്ചതാണ്, ചില പ്രാണികൾ കടിച്ചതാണെന്ന് പറഞ്ഞ് ഇത് ഹെർപ്പസ് ആണെന്ന് മനസ്സിലാവൂല. അത് 4th ഡേ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മാല പോലെ കിടക്കും. ഇന്റർകോസ്റ്റലാണെങ്കിൽ ചെസ്റ്റിന്റെ റിബ്സിന്റെ അവിടെ ഇന്റർകോസ്റ്റൽ. എൻ്റെ ഒരു പേഷ്യന്റിന് കണ്ണ്. അപ്പൊ ഞാൻ അന്നൊരു ദിവസം സ്കൂട്ടറിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ എൻ്റെ ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ ഞാൻ സ്കൂട്ടർ കൊണ്ട് അയാളുടെ അടുത്തോട്ട് ചെന്ന് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആശുപത്രി, അപ്പൊ ഡോക്ടറിനെ ഇന്ന് കാണാൻ പറ്റൂലല്ലോ എന്നോർത്ത് എൻ്റെ കണ്ണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഞാനേ ഒരു കണ്ണിന്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ്. അതാണ് രോഗികള് ഓരോ ഡോക്ടറെ പുറകെ ഓടും. പക്ഷെ അത് ഹെർപ്പസ് പൊങ്ങുമ്പോ മൊത്തമായിട്ട് ഹോമിയോപ്പതിക്ക് കിട്ടും. അപ്പൊ എന്താണ് കാര്യം? അപ്പൊ പറയാം, അയ്യോ അതല്ല ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കണ്ടൂല, പിന്നെ നോക്കിയില്ല, കണ്ടില്ല. ഈ കണ്ണ് സഹിക്കാൻ പറ്റാത്ത വേദന എനിക്ക്, ഞാൻ ഒരു കണ്ണിന്റെ ഡോക്ടറെ കാണാൻ പോണേ. അപ്പൊ ഞാൻ എന്നാ ശരി, കണ്ണിന്റെ ഡോക്ടറെ കണ്ണിന്റെ ഡോക്ടറെ അല്ലേ, ഭയങ്കര വേദനയാണല്ലോ എന്ന് പറഞ്ഞ്. അതിന് ശേഷം പക്ഷെ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞേ, ഇങ്ങനെ പിരികത്തിന്റെ മുകളിലോട്ടാണ് പിടിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ പിരികത്തിന്റെ മുകളിലോട്ടാകുമ്പോ അത് ഞരമ്പല്ല, കണ്ണിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. അല്ലല്ല, എന്റെ കണ്ണിന്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നമാണ്. എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു. 3rd ഡേ ആയിട്ടും വേദന മാറിയില്ല. 3rd ഡേ സീലിയറി നെർവ് ട്രങ്കിൽ പൊങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി അലോപ്പതി പോണ്ട, നമ്മൾ അവിടെ ബെൽഡോണ തന്നെയാണ് കൊടുത്തത്. ധനേഷ് സാറ് പറഞ്ഞ പോലെ ഹയർ ഡോസ്. പക്ഷെ 2 പിന്നെ സ്പൈജീല് കൊടുത്തു. അങ്ങനെ 2-3 ഒരു മാസം കൊണ്ട് അത് മാറ്റിയെടുത്ത്. അപ്പൊ എന്താന്ന് വെച്ചാൽ മിക്ക രോഗങ്ങളും ആദ്യം പിടിതരൂല. അതേപോലെ ഈ സയാട്രിക് നെർവിൽ വരും. അപ്പോൾ വരും, അയ്യോ ഞാൻ ഏതോ 8കാലിയുടെ മേല് കയറി ഇരുന്ന് അപ്പൊ ഇങ്ങനെ കുമിള പോലെ വരുന്ന 3-ാം ദിവസം ഉണ്ടാ. അപ്പൊ അതേ ഇവര് സഹിക്കുകയാണ് ഈ വേദന, അൺഐഡന്റിഫൈഡ്. അപ്പൊ ഏത് രോഗത്തിനും മുൻപിൽ പ്രശ്നങ്ങൾ ഉണ്ട്. അതാണ് ഇതിന്റെയൊക്കെ ഡയഗ്നോസിസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ താങ്ക്സ്. നന്ദി ജോളി ഡോക്ടറെ. ധനേഷ് ഡോക്ടർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഷെയർ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞ ഒരു കേസ് ഞാനൊന്ന് എന്റെ ഫയലിൽ നിന്ന് എടുക്കാൻ നോക്കിയതാ, പക്ഷെ ഇപ്പൊ എവിടാന്ന് ഓർക്കുന്നില്ല. എബ്രഹാം വൈദ്യൻ ഡോക്ടർ എന്തെങ്കിലും പറയുന്നത്? രമാദേവി അമ്മയുടെ ഒരു മാഡം ഉണ്ടല്ലോ, പക്ഷെ
കോഹോസ്റ്റ് ആക്കിയിട്ടില്ല. അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ഇനി ആർക്കെങ്കിലും അനുഭവങ്ങൾ പങ്കിടാനുണ്ടോ എന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്നെ ഹോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം കമ്പ്യൂട്ടർ പണി തരുമോ? നെറ്റ് പോവും. വളരെ രസകരമായിട്ട് ഒരു അനുഭവം കൂടെ പറയാം ഡോക്ടറെ. അതായത് മുമ്പ് ഒരു കുട്ടിയാണ് തന്നെ മെലീന, ഇങ്ങനെ രക്തം പൊയ്ക്കൊണ്ട് മലത്തിൽ രക്തം പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്, കൊച്ചു കുട്ടിയാണ്. എന്താണെന്നൊരു പിടിയും കിട്ടില്ല. പല മരുന്നുകളും അവസാനം എനിക്കൊരു സംശയം തോന്നി, ഈ ഭാര്യയും ഭർത്താവോട് എപ്പോഴും അടിയിടാറുണ്ട്. അപ്പൊ ഇദ്ദേഹം നല്ല അടി കൊടുക്കുകയും ചെയ്യും. എനിക്ക് സംശയം ഇനി അടി വല്ലതും കിട്ടിയതിന്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നില്ല, കൊച്ചിന് പാൽ കൊടുക്കുകയല്ലേ. എന്തായാലും അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ 6 കൊടുത്ത് പെട്ടെന്ന് അസുഖം മാറുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഇപ്പൊ ലൈക്ക് കോസസ് പ്രൊഡ്യൂസിങ് ലൈക്ക് ഇഫക്ട്സ് എന്നല്ലേ ഹോമിയോപ്പതിയുടെ ബേസ് ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ തലച്ചോറ് ഭയങ്കര സൂപ്പർ കമ്പ്യൂട്ടറുടെ സാധാരണ ഡോക്ടർമാരെ പോലെ പറ്റൂല. ഹോമിയോപ്പതിയുടെ പ്രശ്നം അതാണ്. എന്തായാലും പെട്ടെന്ന് മാറി. കാരണം ഇവർക്ക് ഒരുപാട് അടി കിട്ടി. അടി ചമ്മന്തിയാക്കി വെച്ചില്ല, കരിമ്പ് ചതച്ച് വെച്ചിരിക്കുകയായിരുന്നു. നാക്കാണ് കുഴപ്പമുണ്ടാക്കി, അത് വേറൊരു വശം, അതിന് വരുന്നില്ല. എന്തായാലും 6 കൊടുത്തപ്പോ സംഭവം ക്ലിയർ ആയി. കുട്ടിക്കാണോ കൊടുത്തെന്ന് പറഞ്ഞേ? അല്ല, അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് കൊടുത്തത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള വേറെ ഒരു ഹൈപ്പർ സെൻസിറ്റീവ് ആൾക്കാരെ സംബന്ധിച്ചോളം ഓൾഫാക്ഷൻ ഡോസാണ് വേണ്ടത്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പലപ്പോഴും ആൾക്കാർ മരുന്ന് കഴിച്ചിട്ട് വെള്ളം കുടിക്കും. ആയുർവേദ അലോപ്പതി മരുന്ന് കഴിച്ചിട്ടുള്ള ശീലം പോലെ നമ്മുടെ 4 ഗുളിക എടുത്ത് വായിക്കാത്തിട്ട് കുറെ വെള്ളം എടുത്ത് കുടിക്കും. സിവിയർ അഗ്രവേഷൻ ഉണ്ടാക്കും. അത് റെമഡി ആണെങ്കിൽ ഉണ്ടാക്കും. അപ്പൊ ഒരിക്കലും സ്റ്റാൻഡേർഡ് ഡോസ് ഡ്രൈ അപ്പ് ഉണ്ടാകാണ്. നാക്കിലിട്ട് അലിയിച്ചിറക്കാനേ പറയാവൂ, വെള്ളം കുടിക്കരുത് പ്രത്യേകം പറയണം. അത് ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 10 to 15 മിനിറ്റ്സ് ആഫ്റ്റർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്നുണ്ട്. നത്തിങ് ടു ഡ്രിങ്ക് എന്നാണ് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. അത് ഡോക്ടർ എന്താ അപ്പൊ വാട്ടർ ഡോസിൽ കൊടുക്കണ നല്ലതെന്ന് പറയണത് അപ്പൊ അത് ഒരിക്കലും അത് എപ്പോഴാണ് പറയുന്നത്? എമർജൻസി ആയിട്ട് കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട്. ഈ കണ്ടീഷൻ അനുസരിച്ച് വേണം മരുന്ന് കൊടുക്കാൻ. ഇപ്പൊ എമർജൻസി കണ്ടീഷനിലാണ് പെട്ടെന്ന് ആക്ട് ചെയ്യണമെങ്കിൽ വെള്ളത്തിൽ കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ ട്രൈ ആണ് പറയുന്നത്. അതല്ല ഗ്ലോബികൾ ഉപയോഗിക്കുന്ന രഹസ്യമാണല്ലോ. പിന്നെ പിന്നെ ഡോക്ടർ ഒരു കേസ് കൂടി. ഷുഗർ മിൽക്കിൽ പറയുന്നത് എങ്ങനെയാണ്? 2 to 3 pellets. അതായത് അതിനകത്ത് 200-300 എണ്ണത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഗ്രെയിൻ ആണ്. ക്രഷ് ബിറ്റ്വീൻ ഇൻഡെക്സ് ആൻഡ് ടങ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഷുഗർ മിൽക്ക് 1 ഗ്രെയിൻ ഷുഗർ മിൽക്ക് അത്ര പ്രിസൈസ് ആയിട്ട് പറയുന്നുണ്ട്. ഓൾ ഫ്രാക്ഷൻ ആണെങ്കിൽ സൈസ് ഓഫ് മസ്റ്റാർഡ് സീഡ്, ഒരു പെല്ലറ്റ് ഒരു ബോട്ടിനകത്ത് ഇടുക, ഒന്ന് വലിച്ചു പിടിക്കുക, അത്രേ ഉള്ളൂ എന്നാ പറയുന്നത്. ഡോക്ടറെ ഒരു 52 വയസ്സുള്ള ഒരു യുവതിയാണ്. അപ്പം ഈ യുവതിയുടെ കേസ് എന്താന്ന് വെച്ചാൽ അവർക്ക് ചൊറിച്ചിലാണ് മേല്. ആ അപ്പൊ ഇത് തുടങ്ങിയത് ഒരു 5-6 വർഷം മുമ്പ് എന്തോ ഒരു സാധനം തൊട്ടിട്ടാന്നാണ് ഇവർ പറയണം. പക്ഷെ ആ സാധനം തൊട്ടിട്ട് ഇതുവരെ ആർക്കും അങ്ങനെ ചൊറിച്ചിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആ അപ്പം ഇതിപ്പം മൊസ്കിറ്റോ കടിക്കുമ്പോഴാണ് ഇപ്പൊ വേഴ്സ് ആയിട്ട് വരുന്നത്. ഇടക്കിടക്കേ ഉള്ളൂ, പക്ഷെ മൊസ്കിറ്റോ കടിക്കുമ്പോൾ ഇത്തിരി വേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, സ്വെറ്റ് വേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആഴ്സയഡ് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു പിക്ചറൊക്കെ വെച്ച് എനിക്ക് ആഴ്സാൽബിന്റെ ഒരു ഇത് തോന്നി, പക്ഷെ ഭയങ്കര ഹോട്ടാണ്. അപ്പൊ ഞാൻ ആഴ്സയഡ് കൊടുത്തു. ഓക്കെ. ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഒക്കെ ഒരുപാടുണ്ട്, ഹാർട്ട് ബേൺ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതിനിപ്പോ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് അതിന് വേറെ അലോപ്പതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. എന്നിട്ടപ്പോ സൈഡ് കൊടുത്തപ്പോഴത്തേക്കും അതുവരെ രാത്രിയൊക്കെ നല്ല ചൊറിഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ ആൾക്ക് ഇപ്പൊ ചൊറിച്ചിലില്ല. 30 ഒരു ഡോസാ കൊടുത്ത. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡോസ് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങാനും ഇതിന്റെ ആക്ഷൻ ഒന്ന് സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ രണ്ടാമത്തെ ദിവസം ചെറിയ ചൊറിച്ചിലുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ മറ്റേതുപോലെ ഇല്ല. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ചൊറിച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ വന്നപ്പോഴത്തേക്കും ആള് കഴിച്ച് 2 ദിവസം നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ ആൾ കടിച്ചു പിടിച്ചു, ആൾക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. 30 എടുത്ത് ഞാൻ പറഞ്ഞു 2 ദിവസം ചൊറിച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ചൊറിച്ചിലില്ല. പക്ഷെ ഇനി ഒരു ഫോളോ അപ്പ്, അതാണ്. പൊട്ടൻസി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. 200 ഞാനപ്പോ ഇപ്പൊ ഒരെണ്ണം SOS ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുക്കുക. പിന്നെ അതുപോലെ ഡയറ്റ് ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഡയറ്റിൽ എന്തെങ്കിലും അഗ്രവേഷൻ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കുക. അത് പ്രധാനമാണല്ലോ. എന്തുകൊണ്ടാണ് അസുഖം ഉണ്ടോ എന്ന് നോക്കുക, അത് പ്രധാനം. പിന്നെ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കാണും. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ചോളം പലപ്പോഴും നെർവസ് ആണ് ആള് ഭയങ്കര. അതാണ് കാര്യങ്ങൾ അസുഖം. മതി. അതെ, രാഗാദി രോഗം ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാകും സ്ത്രീകളെ സംബന്ധിച്ചുള്ള മാനസികമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് തുറന്നു പറയുകയില്ല. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരു സിനിമാ സംവിധായകൻ
ഒരു നടന്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നത് അതുപോലെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കണം. ഓരോ ഭാവങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ മൂടി വെച്ച നിഗൂഢ ഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി എന്ന് പറയുമ്പോൾ മുഖത്ത് ഓരോ എക്സ്പ്രഷൻ ഉണ്ടാവും. ഞാൻ രോഗിനെ കണ്ടില്ല ഡോക്ടറെ, ആള് ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ്, നേരിട്ട് അപ്പൊ വരാൻ അത് പറഞ്ഞിട്ട് കേൾക്കണില്ല. അതുപോലെ ബോഡി ലാംഗ്വേജ്, ഇവ എങ്ങനെ സംസാരിക്കും എന്നുള്ളത്, ഹൗ ഹി ബിഹേവ്, ഹൗ ഹി ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഞാനൊന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് മര്യാദക്ക് എന്നെ കേസ് എടുക്കാൻ വരെ സമ്മതിച്ചത് ആള്. പിന്നെ ഏറ്റവും വലിയൊരു റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തതാണ്. ഇപ്പൊ 52 വയസ്സായി, ഹസ്ബൻഡ് ജോലിക്ക് വിടത്തില്ല, ആൾക്കത് ഇഷ്ടമല്ല. ആ ഇങ്ങനെ അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യ തന്നെയാണ് ഹസ്ബൻഡിന് ഇഷ്ടം. അപ്പൊ പക്ഷെ ആൾക്ക് അവരെ അതൊരു കെട്ടിപ്പടുത്തേണ്ട സതുദ്ദേശത്തോടെ അദ്ദേഹം പറഞ്ഞാണ്. പക്ഷെ തിരിച്ചല്ലേ വിചാരിക്കുകയുള്ളൂ. എന്തായാലും ഡോക്ടർ 52 വയസ്സുള്ള യുവതി എന്ന് പറഞ്ഞ എന്തായാലും 52 വയസ്സുള്ളവർക്ക് ഇഷ്ടപ്പെടും. സന്തോഷം. ഓക്കെ. ആ. ഇനി ആർക്കെങ്കിലും, നമുക്ക് സമയം ഇനി ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എബ്രഹാം വൈദ്യൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എബ്രഹാം വൈദ്യൻ ഡോക്ടർ ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ മറിയാമ്മേ? ആ ആ മാഡം. അതെ, നമ്മളെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരുടെ ഡ്രസ്സ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കാരണം ഞാൻ ഹൗസ് സർജൻസിയുടെ സമയത്ത് ഞങ്ങളുടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. ഭയങ്കര കരച്ചിൽ. കൊച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കൂടുതൽ കരയണു. അവസാനം അന്ന് പ്രകാശ് സാറാണ്. സാറ് പറഞ്ഞാൽ ഉടുപ്പൊന്ന് അഴിച്ചേന്ന് പറഞ്ഞു. ഉടുപ്പ് അഴിച്ചപ്പോൾ ഉടുപ്പിൻ്റെ പിന്നിലുള്ള ഒരു പിന്ന് കൊച്ചിൻ്റെ മേത്ത് കൊണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായി? എപ്പോഴും ഞാൻ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ. പിന്നെ എന്നെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ എനിക്ക് പനമ്പള്ളികളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇത് കിട്ടിയത്, പ്രാക്ടീസ് കിട്ടാൻ തുടങ്ങിയത്, അതായത് ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ടുവന്നു. കൊച്ച് ഭയങ്കര കീറി പൊളിക്കണം കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. കരഞ്ഞ അടുത്തുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ശരിക്കും ഞാൻ കാമോമിലയാണ് കൊടുത്തത്. ആ കാമോമില കൊടുത്ത് ഒരു 5-6 മിനിറ്റിനുള്ളിൽ കൊച്ചു കരച്ചിൽ നിർത്തി. അപ്പോഴത്തേക്കും അവിടെ എനിക്കൊരു പേരും കിട്ടി. ഞാനിപ്പോഴും വിചാരിക്കുക കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എനിക്ക് പനമ്പള്ളിയാറിലെ ഒരു പേഷ്യൻറ്റിന് കൂടുതൽ കിട്ടാൻ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ്. പിന്നെ കുട്ടികളാണെങ്കിൽ നമ്മുടെ കരച്ചിലിൻ്റെ ഇതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, ആ കുട്ടി ആരോ പറഞ്ഞു ലൈക്കോപോഡിയം ഇങ്ങനെ കീറി പൊളിക്കണ പോലെ പറയുകയാണെങ്കിൽ ലൈക്കോപോഡിയാണെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ സീനയാണെങ്കിലും കാമോമിലയാണെങ്കിലും നമുക്ക് അറിയാമല്ലോ. സീനയുടെ കരച്ചിലും കാമോമില കരച്ചിലും ഒക്കെ നമുക്ക് മനസ്സിലാവും. സീനയുടെ കരച്ചിലെന്ന് വെച്ചാൽ സീന എന്താ പറയണേ, എന്ത് ചെയ്താലും ഇത് ചെയ്യും, ഇങ്ങനെ വളഞ്ഞു കുത്തി കരയും. അതേസമയത്ത് കാമോമിലയാണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ കരച്ചിൽ മാറും. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കൊടുക്കുക. നന്ദി മാഡം. എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കൽ വളരെ വിജയകരമായിട്ടാണ് നടന്നത്. ഇനി നമുക്ക് 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മളുടെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. ധനേഷ് ഡോക്ടർ, മനോജ് ഡോക്ടർ, ബിനോയ് ഡോക്ടർ, ജോളി ഡോക്ടർ, അഞ്ജിത ഡോക്ടർ, രമാദേവ് മാഡം, എല്ലാവരും അവരുടെ അനുഭവങ്ങൾ ഇന്ന് പങ്കുവച്ചു. കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിച്ചു. മനോജ് ഡോക്ടർ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇന്ന് നമുക്ക് ഈ 2004 പ്രതിദിന സൂം വെബിനാർ വിജയകരമായി അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ കൂടുതൽ അനുഭവങ്ങൾ പകർന്നു തരാൻ എല്ലാവരും ഒരുങ്ങി വരണമെന്നും കൂടി അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. മറിയാമ്മേ, രമാദേവി മാഡം വേണ്ട കേട്ടോ, രമാദേവി ഡോക്ടർ മതി. അല്ലെങ്കിൽ രമാദേവി മാഡം ഒന്ന് പിടിച്ചെടുത്തേക്കണേ. അടുത്ത പ്രാവശ്യം ഡോക്ടർ. താങ്ക് യു മാഡം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.